ഇത് PDF വിസിബിൾ ആണോ കുട്ടികളെ? യെസ് മക്കളെ. അതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ, കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. എന്നാലും എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടെന്നോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഇന്ന സംഭവങ്ങൾ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾ 4 യെസ് മൊഡ്യൂൾ 4 അല്ല, ആക്ച്വലി നിങ്ങളുടെ കോൺസെപ്റ്റ് വൈസ് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന കോൺസെപ്റ്റ്സ്. ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം, മോഡുലാർ പ്രോഗ്രാമിംഗിലെ ഫംഗ്ഷൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ ഈ ഫംഗ്ഷൻ പാരാമീറ്ററായിട്ട് അരേ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ലേറ്റർ ഹാഫ് എന്ന് പറയുന്ന സ്ട്രക്ചറും സ്റ്റോറേജ് ക്ലാസ്സസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ സംഭവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഫംഗ്ഷൻ എന്താണ്, എന്തിനാണ് ഫംഗ്ഷൻ ആവശ്യമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി ഒരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കുട്ടികളെ, ഐ എം ഓഡിബിൾ ടു യു റൈറ്റ്? യെസ് സർ. യാ ഫൈൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആക്ച്വലി ഇതുവരെ നിങ്ങൾ നോക്കിയ കോൺസെപ്റ്റ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയ സംഭവങ്ങളെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ നോർമൽ ഇൻട്രാക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതിന് ശേഷം നിങ്ങൾ സി പ്രോഗ്രാമിംഗ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വന്നു. ആ സി പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനകത്താണ് നിങ്ങൾ ഡിക്ലറേഷനും വേരിയബിൾസും കുറേ സാധനങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, പാരാമീറ്റേഴ്സ് എന്താണ്, ഓപ്പറേറ്റേഴ്സ് എന്താണ്, അങ്ങനെ അരേ വരെ നിങ്ങളെത്തി. അരയുടെ പ്രത്യേകത എന്തായിരുന്നു? ആർക്കെങ്കിലും അരയുടെ ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് മലയാളത്തിലെങ്കിലും. എനിവൺ ക്യാൻ യു? ഇയാൾ രാവിലെ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വിചാരിക്കരുത്, ഒന്ന് ശ്രമിച്ചു നോക്ക്, നമുക്ക് അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാം. കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്ന, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പ് സ്ട്രക്ചറാണ്, ഒരു ഡേറ്റ സ്ട്രക്ചറാണ് അരേ എന്ന് പറയുന്ന സാധനം. ഈ അരയുടെ കോൺസെപ്റ്റ് വരുന്നത് പോലെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റാണ് ഫങ്ഷൻസ്. അതിന് ഞാൻ നിങ്ങൾക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മുടെ ഇതിലേക്ക് വരാം, ടോപ്പിക്കിലേക്ക് വരാം. റിയൽ ലൈഫ് എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആസിഫ് തന്നെ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ആസിഫ് ഒരു പേജ് എഴുതുകയാണ്. ആ പേജിനകത്ത് ആക്ച്വലി പാരഗ്രാഫ് ഒന്നും തിരിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ആസിഫ് ഇങ്ങനെ എഴുതി പോവാണ്. അപ്പോൾ എഴുതി പോകുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നോക്കാനായിട്ട് ആസിഫ് ഇപ്പോൾ സൂര്യനാരായണൻ ആ പേപ്പർ എടുത്തതിന് ശേഷം അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഒരു ഫുൾ പാരഗ്രാഫ്, ഒരു പേജ് മുഴുവനായിട്ട് ഒരു ഫുൾ പാരഗ്രാഫ് പറഞ്ഞാൽ ഒറ്റ പാരഗ്രാഫ് തന്നെ ഫുൾ പേജിൽ കിടക്കുകയാണ്. പക്ഷെ അതേസമയം ആസിഫിൻ്റെ അടുത്ത് സൂര്യനാരായണൻ പറഞ്ഞു, എടാ നീ ഇതൊന്ന് പാരഗ്രാഫ്സ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ പേപ്പർ കട്ട് ചെയ്ത് പല ആൾക്കാർക്ക് കൊടുത്തിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് ഓരോ പാരഗ്രാഫ് വായിക്കാൻ പറയാം. അപ്പം എന്ത് ചെയ്യും ആസിഫ്? അപ്പം തന്നെ ഈ പറയുന്ന വലിയ ഇതിൽ ഒറ്റ പേജിൽ ഫുൾ എഴുതിയിരുന്ന സാധനത്തിനെ പല പാരഗ്രാഫ്സ് ആയിട്ട് എഴുതിയതിന് മാറ്റിയിട്ട് കുറച്ച് സ്പേസിങ് കൂടെ കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ കട്ട് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്ത ഓരോ പീസും ഓരോ ആളിന് കൊടുത്തു. ആസ് ഇറ്റ് ഈസ് സൂര്യനാരായണൻ അത് മൊത്തം വായിച്ച് സ്പെല്ലിംഗ് തിരുത്തുന്നതിന് പകരം, ഹലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ, എനിവേ, അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സംഭവത്തിനെ പല പേപ്പേഴ്സായി ഡിവൈഡ് ചെയ്ത് ഈ സംഭവങ്ങൾ ആർക്ക് കൊടുത്തു? പല ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ ഒരേ സമയം തന്നെ ഈ പല ഡിവൈഡ് ചെയ്ത് കൊടുത്ത സാധനങ്ങൾ ഒരേ സമയം 5-6 ആൾക്കാർ നോക്കിയപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ആ സംഭവം തീർക്കാൻ പറ്റും. ഐ മീൻ എന്തെങ്കിലും ഒരു തെറ്റുകൾ ഈ പറയുന്ന പാരഗ്രാഫിലുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ കുട്ടികളെ? കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ അൺമ്യൂട്ട് ആയിരുന്നാലും കുഴപ്പമില്ല. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് നിങ്ങൾ എന്തായാലും മതി, നിങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. മക്കളെ, ഒരു വലിയ പേപ്പറിൽ എഴുതി വെച്ച ഒരു വലിയ പാരഗ്രാഫ് ഒരാൾ വായിച്ച് അതിൻ്റെ തെറ്റ് തിരുത്തതിനെക്കാട്ടും വളരെ എളുപ്പമാണ്. അത് പല പാരഗ്രാഫുകളായിട്ട് മാറ്റി എഴുതിയതിന് ശേഷം കട്ട് ചെയ്ത് നമ്മൾ പല പേഴ്സൺസിന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളൊരു പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനകത്ത് ഒരുപാട് ലൈൻസ് ഉള്ള ഒരു പ്രോഗ്രാം എഴുതിയെന്ന് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സി പ്രോഗ്രാം 2-3 പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു 10-12 പ്രോഗ്രാംസ് നിങ്ങളിപ്പോൾ പല സെഷൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാംസ് എടാ ഞാൻ വിളിക്കുമ്പോൾ അൺമ്യൂട്ട് ആക്കിയാൽ മതി. ഇപ്പം മ്യൂട്ട് ആക്കി വെച്ചു. യെസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഈ കോൺസെപ്റ്റിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ലൈൻസ് ഓഫ് കോഡ്സ് നിങ്ങളുടെ സി പ്രോഗ്രാമിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഴുതിയ ഒരു സി പ്രോഗ്രാമിന് ഒരു 150 ലൈൻ ഉണ്ട് ആ പ്രോഗ്രാമിനെന്ന് വിചാരിക്കുക. ആ 150 ലൈനും ആസ് എ ഹോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കുന്നതിനെക്കാട്ടി വളരെ എളുപ്പമാണ് അത് മൊഡ്യൂളാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ചെറിയ സംഭവങ്ങളായിട്ട് എഴുതി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഐ മീൻ അതിൻ്റെ എറേഴ്സ് മാറ്റിയെടുക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇതിനകത്ത് മോഡുലാർ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് തന്നെ ആദ്യം പറയുന്നതാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സബ് ഡിവൈഡിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇൻടു
സെപ്പറേറ്റ് സബ് പ്രോഗ്രാംസ്. അതാരാണ്? എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കി വെച്ചേ. ഞാൻ വിളിക്കുമ്പോൾ അൺമ്യൂട്ട് ആക്കിയാൽ മതി കേട്ടാ. ഐ മീൻ നിങ്ങളുടെ അവിടെ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ആക്കിയാൽ മതി. യെസ്. അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹോൾ പ്രോഗ്രാമിനെ സബ് ഡിവൈഡ് ചെയ്ത് പല പല ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആക്കി വെക്കുന്നതാണ് ആ കോൺസെപ്റ്റ്. മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ കോൺസെപ്റ്റ് അതാണ്. അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന പോലെ ഒരു മൊത്തം സാധനം, ഒരു ബുക്ക് മൊത്തം വായിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ ഒരാളോട് ഏൽപ്പിക്കുന്നതും ആ ബുക്കിനെ പല പല സംഭവങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ഇന്ന പോർഷൻസ് എടുത്ത് ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്നതും ഏറ്റവും എളുപ്പം ഏതായിരിക്കും? മൊഡ്യൂൾസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഒരാളിനെ സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം, അതൊക്കെ മനസ്സിലാക്കി എടുക്കാനും ഏറ്റവും എളുപ്പം. അതാണ് അതേ കോൺസെപ്റ്റാണ് നിങ്ങൾ എന്തിൽ യൂസ് ചെയ്യുക? പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനകത്ത് ഫംഗ്ഷൻ വെച്ച് നിങ്ങൾ ഉണ്ടാക്കുക. സേ ഫോർ എക്സാമ്പിൾ, ഇതുവരെ നിങ്ങൾ ചെയ്ത സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഞാൻ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് മോഡുലാർ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടും. യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വീണ്ടും നമുക്ക് ഈ കോഡ് എടുത്ത് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി നോട്ട്സിൽ തരാം. ഈസ് ഓഫ് യൂസ്, പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ ഈസി ടു ഡിറ്റക്ട്, അലോസ് റീയൂസ് ഓഫ് കോഡ്സ്, ഇംപ്രൂവ്സ് മാനേജബിലിറ്റി. ഇതൊക്കെ പറയുന്നത് ഇതിനകത്ത് പറയുന്ന ഫീച്ചേഴ്സാണ്. അടുത്ത് നമ്മൾ ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫംഗ്ഷൻ എന്ന് പറയാം. ലെറ്റ് us hold for a second. കുട്ടികളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സർ. കുഴപ്പമില്ലല്ലോ? Can I continue? Yes sir. Yes. എടാ, ഗേൾസ് ഒന്നും ഇതിനകത്തൊന്നും മിണ്ടുന്നില്ല. നിങ്ങളെല്ലാം ഉറക്കമാണോ മക്കളെ? അല്ല സർ. ഉണ്ട്. വെരി ഗുഡ്. യെസ്. അപ്പോൾ മക്കളെ, നമ്മൾ പറഞ്ഞു തന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എ ഹോൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിങ്ങിനകത്ത് കൊണ്ടുവരുന്ന എക്സിക്യൂഷൻ ഡേറ്റ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ആ എക്സിക്യൂഷൻ പോസിബിൾ ആക്കുന്ന ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഫംഗ്ഷൻ എന്ന് പറയാം. നമ്മുടെ ആസ് ഇറ്റ് ഈസ് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരാളാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ തന്നെ നമുക്ക് സാധാരണ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ, പിന്നെ ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾ സി പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോൾ നിങ്ങളുടെ മെയിൻ ഫംഗ്ഷനകത്ത് നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എല്ലാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനാലിറ്റീസ് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എല്ലാം ഈ ഓൾറെഡി ഡിഫൈൻഡ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. അതല്ല, നമ്മൾ സ്വന്തമായി എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ. സോ അപ്പോൾ അതിനിടയിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസിൻ്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നോർമലി നിങ്ങളൊരു പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, എനിവൺ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ പേര് പറയാം മക്കളെ? അതായത് ഓൾറെഡി നിങ്ങൾ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് പഠിച്ചു തുടങ്ങിയപ്പോൾ പ്രോഗ്രാമിംഗ് കുറേ ചെയ്തു നോക്കി കാണുമല്ലോ നിങ്ങൾ. എനിവൺ പറയൂലേ? നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനകത്ത് എഴുതി വന്ന പ്രിന്റ് എഫ്, സ്കാൻ എഫ്, strlen, സ്ക്വയർ റൂട്ട്. യെസ്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? പ്ലീസ് പറയില്ലേ? പണക്കാണോ? യെസ്. എടാ, ഞാൻ പറയട്ടെ കോൺസെപ്റ്റ്. ഈ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റായിട്ട് എഴുതിപ്പോയി. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ആക്ച്വലി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രാംസ് ചെയ്ത് നോക്കിയത് കുട്ടികളെ പരീക്ഷയ്ക്ക് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട്? ഹലോ, നിങ്ങളിപ്പോൾ സി പ്രോഗ്രാമിംഗ് എന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ പ്രോഗ്രാംസ് എങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത്? എനിവൺ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടില്ലെന്ന് പറയാം. എനിക്ക് വേറൊരു മെത്തേഡ് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. ചാറ്റ് ജി പി ടിയിൽ സംശയം ചോദിക്കും. നിങ്ങൾക്ക് അതിനെക്കാട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പം, ചാറ്റ് ജി പി ടി എന്ന് പറയുമ്പോൾ എന്തായാലും റെസ്പോണ്ട് നിങ്ങൾക്ക് തരും. ഐ മീൻ ചാറ്റ് ജി പി ടി വിൽ റെസ്പോണ്ട് ടു യു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സാധനത്തിന് പ്രോഗ്രാം അവൻ കാണിച്ചു തരും. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ഓൺലൈൻ കമ്പൈലർ എടുക്കുക. വെറുതെ ഫോണിനകത്ത് എടുത്താലും മതി. ഇങ്ങനെ ചുമ്മാ നമ്മുടെ ഓൺലൈൻ സി കമ്പൈലർ എന്ന് ടൈപ്പ് ചെയ്താൽ ഇഷ്ടം പോലെ കമ്പൈലേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും. ഇതിലേത് കമ്പൈലർ നിങ്ങൾ എടുത്താലും മതി. അതിനകത്ത് ഈ പറയുന്ന പോലെ യു ക്യാൻ സീ ദ സ്ക്രീൻ റൈറ്റ്? യെസ്. ഇതാ നോക്കും മക്കളെ, ഓൺലൈൻ സി കമ്പൈലർ ടു റൺ എ സി പ്രോഗ്രാം ഓൺലൈൻ. ഇതിനകത്ത് നമ്മുടെ ഹെഡർ ഫയലും മെയിൻ ഫംഗ്ഷൻ കൊടുത്തെല്ലാം എഴുതിയിരിക്കും. നിങ്ങൾ ആക്ച്വലി ഈ കോഡം കളഞ്ഞിട്ട് നിങ്ങളുടെ കോഡം എഴുതിയാൽ മതി. ഇതിപ്പോൾ ഞാൻ വെറുതെ റൺ ചെയ്യുകയാണെങ്കിൽ ഇതാണ്ട ഈ റൈറ്റ് സൈഡിൽ ട്രൈ പ്രോഗ്രാമിംഗ് .pro എന്ന് പറഞ്ഞിട്ട്
മെസ്സേജ് കാണിക്കും. ഇതേപോലെ നിങ്ങൾ ഏത് പ്രോഗ്രാം ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾ സി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം ഞാനൊരു പ്രോഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരും. ഒറ്റ സെക്കൻഡ് കുട്ടികളെ, ഒരു പ്രോഗ്രാം എടുത്തോട്ടെ. യെസ് കുട്ടികളെ, അപ്പോൾ നമ്മൾ മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ നമുക്കത് തരുന്ന ആ എക്സിക്യൂഷൻ തരുന്ന ഒരാളാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം. ഈ ഫംഗ്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി ആദ്യമായി പഠിക്കേണ്ടതും അതിലൂടെ ഒരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടത്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് കഥ പറഞ്ഞതിന് ശേഷം ആ കഥയിലൂടെ നിങ്ങൾക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ എക്സിക്യൂഷൻ എങ്ങനെയാണ്, ക്രിയേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫംഗ്ഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ രണ്ട് കാറ്റഗറി വേണം. യു ആർ ഹിയറിംഗ് മീ റൈറ്റ്? ഹലോ, യെസ്, ഫൈൻ. സോ നമ്മുടെ രണ്ട് കാറ്റഗറി ഓഫ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കേട്ടിട്ടില്ല പ്രിന്റ്എഫ്, സ്കാൻഎഫ്, SQRT അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതെല്ലാം സിസ്റ്റം തന്നെ, ഐ മീൻ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കിയവൻ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതെടുത്തങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് കോൾ ചെയ്താൽ മാത്രം മതി, അവൻ എക്സിക്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. നമ്മൾ സ്വന്തമായി നമ്മുടെ ഇഷ്ടത്തിന് എഴുതി ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അതായത് എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാരെ റീയൂസ് ചെയ്യാനോ ഡിഫൈൻ ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരാളാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഫംഗ്ഷൻ്റെ എക്സിക്യൂഷനിനകത്ത്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷനകത്ത് 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ആദ്യം ഞാൻ ആ 3 സംഭവം എന്താണെന്ന് പറയാം, എന്നിട്ടൊരു പ്രോഗ്രാം വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. 3 ടേം നിങ്ങൾ ഓർക്കേണ്ടത്, ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരാളിനെ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് അസൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം ആസിഫ് എന്ന് ഞാനൊരു പേര് പറഞ്ഞു. ഈ ആസിഫ് എന്ന് പറയുന്ന ആളിനെ എനിക്ക് വിളിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആസിഫ്. ആദ്യം തന്നെ ആസിഫിൻ്റെ ജോലി ഞാൻ തീരുമാനിക്കണം. സേ ഫോർ എക്സാമ്പിൾ ആസിഫിൻ്റെ ജോലി, ആസിഫ് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമറാണ്, അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ആസിഫിന് ആക്ച്വലി ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഒരു ഐഡന്റിറ്റി കൊടുത്തു, അതാണ് ആസിഫ്. അതിനുശേഷം ഈ ഐഡന്റിറ്റി കൊടുത്ത ആളിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു, അതാണ് ആസിഫിന്റെ ജോലി. ആസിഫ് ഒരു സിവിൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണെന്ന്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആണെന്ന് വിചാരിക്കുക, അപ്പോൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ അതിന്റെ പർപ്പസ് അവിടെ ഡിസൈൻ ചെയ്തു. ഇതിനുശേഷം ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ആസിഫ് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും എനിക്ക് ആസിഫിനെ കൊണ്ട് സഹായം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആസിഫ് എന്ന് വിളിച്ച് അവനെ വരുത്തണം, അല്ലെങ്കിൽ സൂര്യനാരായണൻ അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് വിളിച്ച് ഞാൻ അതിന് വരുത്തണം. ഇതുപോലെ നിങ്ങളൊരു പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനായിട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫംഗ്ഷന് 3 ഫേസ് ഓഫ് എക്സിക്യൂഷൻ ലെവലുണ്ട്. ആദ്യം അവനെ ഡിക്ലെയർ ചെയ്യണം, അതായത് അവൻ ആര് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ നേരത്തെ ഞാൻ ആസിഫിന് പേര് കൊടുത്തതുപോലെ ഒരു ഫംഗ്ഷൻ ആദ്യം ഡിക്ലെയർ ചെയ്ത് വെക്കണം. അതിനുശേഷം ഫംഗ്ഷൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം, അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആ ഡെഫിനിഷനിൽ ഞാൻ പറയും, ഇന്ന ഫംഗ്ഷൻ, ഇന്ന പേരുള്ള ഫംഗ്ഷന് ഇന്ന ജോലികളുണ്ട്, ഇന്ന ജോലികൾ അവൻ ചെയ്യണം. ദെൻ അതിനുശേഷം ഇന്ന ജോലികളാണ് ഇവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പേരും കൊടുത്ത് അവിടെ ഇരുത്തിയിരുന്നാൽ മതിയോ? ഇല്ല, നമ്മുടെ എക്സിക്യൂഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവനെ വിളിക്കണം. ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയാം, ഫംഗ്ഷൻ കോൾ എന്ന് പറയാം. സോ ഫംഗ്ഷൻ എക്സിക്യൂഷനകത്ത് നമുക്ക് 3 കേസസ് ഉണ്ട്: ഡിക്ലറേഷൻ, ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. ഞാനിങ്ങനെ വളരെ രസകരമായിട്ട് കഥ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിരിക്കുമ്പോൾ ഇയാൾ എന്തോ കഥ പറയുന്നതെന്ന് തോന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സിക്യൂഷനിലേക്ക് പോകുന്നു. നമുക്കൊരു പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഈ പ്രോഗ്രാം നമ്മൾ കോപ്പി അടിച്ച് നമ്മളവിടെ കൊടുക്കുന്നു, ഓൺലൈൻ കമ്പയറിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സിക്യൂഷൻ കാണിച്ചു തരാം. യു ആർ ഹിയറിംഗ് മീ റൈറ്റ് കുട്ടികളെ? യു ആർ കമ്മിങ് വിത്ത് മീ? Yes, sir. യെസ്, പെർഫെക്റ്റ്. സോ നമ്മളിവിടെ കൊടുക്കുന്നു, ഇത് കോപ്പി അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ 3 ഫേസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
നോക്കൂ മക്കളെ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷന് 3 കാര്യങ്ങൾ അവൻ്റെ എക്സിക്യൂഷൻ ഫേസിൽ വരുമെന്ന് പറഞ്ഞു. അതിലൊന്നായിരുന്നു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ പ്രോട്ടോടൈപ്പ്, രണ്ടാമത്തായിരുന്നു ഫംഗ്ഷൻ ഡെഫിനിഷൻ, മൂന്നാമത്തായിരുന്നു ഫംഗ്ഷൻ കോൾ. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് വെച്ചാൽ 3 നമ്പേഴ്സ് x=10 എന്നും y=20 എന്നും z=30 എന്നും 3 നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു, ആ സമ്മ് റിട്ടേൺ ചെയ്യുന്നു. നിങ്ങൾ റിട്ടേൺ എന്നുള്ള വേർഡൊന്നും കണ്ടപ്പോൾ പേടിക്കേണ്ട, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കും. ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ ചോദിച്ചോട്ടെ. സാധാരണ നിങ്ങൾ ഇതുവരെ എഴുതിയ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത്, നിങ്ങൾ മനസ്സിലാക്കിയതായിട്ടുള്ള ഒരു പോർഷൻ ഈ പ്രോഗ്രാമിംഗ് കോഡ് എന്ന് പറഞ്ഞുതരാമോ ആരെങ്കിലും? ഈ കാണുന്ന കോഡിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയത്, നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് നിങ്ങൾ കണ്ടിരുന്ന ഒരു കോഡ് പറഞ്ഞുതരാമോ? വോയിഡ് മെയിൻ ബ്രാക്കറ്റ്. വോയിഡ് മെയിനും ബ്രാക്കറ്റ് കൊടുത്ത് 2 ബ്രേസസ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കിടക്കുന്ന കണ്ടന്റ് ഇതാ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുള്ള പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതിന് പുറത്ത് നമ്മുടെ യൂസറിന് ഇഷ്ടമുള്ള ഒരു എന്തിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന കോൺസെപ്റ്റാണ് ഈ പ്രോഗ്രാമിനകത്ത് ഞാൻ വ്യത്യസ്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ആ ഫംഗ്ഷന്റെ പേരാണ് ആഡ്. എന്തുകൊണ്ട് അതിന് ആഡ് എന്ന് പേര് കൊടുത്തു? എനിക്ക് ചക്ക എന്ന് പേര് കൊടുത്തൂടെ? ഡെഫിനറ്റ്ലി ഐ ക്യാൻ. മാങ്ങ എന്ന് പേര് കൊടുത്തു, തേങ്ങ എന്ന് പേര് കൊടുത്തു, എന്ത് വേണോ കൊടുക്കാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനകത്ത് പേരെന്താണ്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് വേണം, എന്തൊക്കെ അതിൽ കൂടെ പാസ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്ന യൂസറാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സാധാരണ പ്രോഗ്രാമിംഗ് സി പ്രോഗ്രാമിങ്ങിനകത്ത് നമുക്ക് മെയിൻലി വരുന്ന ഒരു കോൺസെപ്റ്റാണ് മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ട് അതിനകത്ത് കുറച്ച് വേരിയബിൾസ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് അറിയാവോ? Write a C program to find the sum of 3 numbers using the concept of user defined function. അതായത് ഒരു സി പ്രോഗ്രാം എഴുതുക, 3 നമ്പേഴ്സ് ആഡ് ചെയ്യുക. പക്ഷെ എങ്ങനെ എഴുതണം? ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അവന് വാല്യൂസ് പാസ് ചെയ്ത് അവിടെ നിന്ന് ആഡ് ചെയ്ത് അത് റിട്ടേൺ ചെയ്യണം. അല്ലാത്തതും പല പല കോൺസെപ്റ്റ്സ് ഉണ്ട്. ഞാനൊരു നോർമൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൽ സിക്കകത്ത് വേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എഴുതി ഉണ്ടാക്കിയ ഒരു ഫംഗ്ഷൻ്റെ പേരാണ് ഇൻഡ് ആഡ്. ഞാൻ പറഞ്ഞു സാധാരണ ഒരു ഫംഗ്ഷന് 3 ഫേസ് ഓഫ് എക്സിക്യൂഷൻ ഉണ്ട്. 3 രീതിയിൽ അവനെ ചെയ്തു വെച്ചാലേ അവൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂഷൻ എത്തുള്ളൂ. ആദ്യത്തേതാണ് അവൻ്റെ ഡിക്ലറേഷൻ. വേണ്ട ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ്. അവൻ്റെ ഡേറ്റ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് ഇൻഡ് ആണ്. നിങ്ങൾ ഇതുവരെ വോയിഡ് എന്നൊരു സാധനം മാത്രമേ കണ്ടിട്ടുണ്ടാവൂ. ഇപ്പം ഇൻഡ് എന്ന് കിടക്കട്ടെ. അത് വോയിഡ് എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ വോയിഡ് എന്ന് കൊടുക്കാം. ഇപ്പം ഇൻഡ് എന്ന് കൊടുത്തതിന് ശേഷം അതിനകത്ത് 3 പാരാമീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് 3 വാല്യൂസ് അവന് കിട്ടാനുണ്ട്. അതായത് എൻ്റെ പെട്ടിക്കകത്ത് 3 വാല്യൂസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മളിങ്ങനെ ആർഗ്യുമെന്റ്സ് കൊടുത്തു. ഈ ഇങ്ങനെ പാരാമീറ്റേഴ്സിനകത്ത് ആർഗ്യുമെന്റ്സ് കൊടുക്കുന്ന കോൺസെപ്റ്റ് ഇതുവരെ നിങ്ങൾ കണ്ടായിരുന്നോ മക്കളെ? ബ്രാക്കറ്റിനകത്ത് ഇതുപോലെ ഇൻഡ് എന്നോ അല്ലെങ്കിൽ ഇൻഡെക്സ് എന്നോ വൈ എന്നോ ഒക്കെ എഴുതുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? പറഞ്ഞോ, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറഞ്ഞോ? കണ്ടിട്ടില്ല. ഓ, കേട്ടില്ല. ഇല്ല, കണ്ടിട്ടില്ല. പക്ഷെ റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല സാറേ. റീകോളോ? റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഫൈൻ. ഞാൻ എന്തായാലും പറഞ്ഞു പോകാം. നോക്കൂ മക്കളെ, ഇതുപോലെ നമ്മൾ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അവനെ ആര് എന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന പയ്യൻ എന്ന് പറയുന്നത് ആസിഫാണ്, അല്ലെങ്കിൽ ലക്ഷ്മിയാണ്, അല്ലെങ്കിൽ നേരെ പേര് എന്തോ, എനിവേ എക്സ് ഓർ വൈ, ഈ പറയുന്ന പേഴ്സൺ ഇന്ന ആളാണെന്ന് പറയുന്ന പ്രോസസ്സാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ആ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഇൻഡ് എന്നോ വോയിഡ് എന്നോ കൊടുത്ത് അവൻ്റെ പേര് ഇവിടെ പറയും. ഇവൻ്റെ പേര് ആഡ് എന്നാണ്. അവന് 3 വാല്യൂസ് കിട്ടാറുണ്ട്. ആ 3 വാല്യൂസ് ഇൻഡിജർ ആണ്. അതുകൊണ്ടാണ് ഇൻഡ് എന്ന് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ അവിടെ ഫംഗ്ഷൻ ഡിക്ലറേഷനായി. ഇനി നമ്മുടെ സെക്കൻഡ് സാധനമായിരുന്നു ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻഡ് ആഡ് എന്ന് കൊടുത്തു. അതിനകത്ത് 3 വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇൻഡിജർ വേരിയബിൾ ആണ്. എന്നിട്ട് ഒരു വേരിയബിൾ അകത്ത് ഡിക്ലെയർ ചെയ്തു ഇൻഡ് സമ്മ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് എയും ബിയും സിയും കൂടെ ആഡ് ചെയ്ത് വെച്ചു. ഇനി ഈ റിട്ടേൺ ഇവിടെ കിടക്കട്ടെ, ഞാനത് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൊട്ടടുത്ത സംഭവം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ആ സമ്മ് ഇവിടെ മെയിൻ ഫംഗ്ഷനകത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതെന്തായി കിട്ടും, ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഇവിടെ ഒരു സി പ്രോഗ്രാം എഴുതി ഉണ്ടാക്കിയിട്ട് ആ സി പ്രോഗ്രാമിനകത്ത് അവൻ്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള സം എന്ന് പറയുന്ന സംഭവം, അതായത് ഈ സി പ്രോഗ്രാം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 3 നമ്പർ യൂസറിൻ്റെ നിന്ന് വാങ്ങി സം ചെയ്യാന്നുള്ളതാണ്. ആ സം ചെയ്യുന്നത് എവിടെയാണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലാണ് ചെയ്യുക. അതായത് യൂസർ ആയിട്ടുള്ള, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് രാകേഷ് എന്നാണ്. അപ്പോൾ ഞാനാണ് യൂസർ. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ് ആഡ്. ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എന്ത് ചെയ്യുക, 2-3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അവൻ എന്ത് ചെയ്യും, ഈ സമ്മ് ഈ മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇപ്പം ഞാൻ വേറെ 2 പേരുടെ എക്സാമ്പിൾ എടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ആരാ, സുമേഷ് ഉണ്ട്, അഭിജിത്ത് ഉണ്ട്.
സുമേഷിനെ അഭിജിത്തിനെ ഞാൻ എക്സാമ്പിൾസ് എടുക്കാം. അപ്പോൾ ഈ സുമേഷും അഭിജിത്തും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ജോലി ചെയ്യുന്ന സമയത്ത് സുമേഷ് ആക്ച്വലി എന്ത് ചെയ്തു? സുമേഷ് ഒരു കറി വെക്കാൻ തീരുമാനിച്ചു. ആ കറിക്ക് ആക്ച്വലി കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ അവിയലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക, സേ ഫോർ എക്സാമ്പിൾ. അപ്പോൾ സുമേഷിന് ആക്ച്വലി ഒരാളുടെ ഹെൽപ്പ് വേണം. അങ്ങനെയാണ് അഭിജിത്തിനെ വിളിച്ചത്. അഭിജിത്തിൻ്റെ തോന്നി, നീ എന്താണ്, ഞാൻ നിനക്ക് നീ എനിക്കൊരു അവിയൽ റെഡിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു? കുറച്ച് പച്ചക്കറികൾ എല്ലാ സാധനങ്ങളും കൂടെ എടുത്ത് ആരുടെ കൈ കൊടുത്തു? അഭിജിത്തിൻ്റെ കൈ കൊടുത്തു. അഭിജിത്ത് ഈ പച്ചക്കറി എല്ലാം പ്രോസസ്സ് ചെയ്ത് അവിയലാക്കി ഇത് തിരിച്ച് ആരുടെ കൈ കൊടുക്കും? സുമേഷിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കും. അപ്പോൾ സുമേഷ് അത് എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ തീരുമാനിക്കും. അതുപോലെ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ മെയിൻ ഫംഗ്ഷനാണ് സുമേഷ് തീരുമാനിക്കുകയാണ് 3 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി സുമേഷ് അത് എന്ത് ചെയ്തു? എൻ്റെ x=10 എന്നും y=20 എന്നും z=30 എന്നുള്ള സാധനം RES റിസൾട്ട് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു വേരിയബിൾ ആഡ് ഓഫ് XYZ എന്ന് കോൾ ചെയ്ത് ഈ സാധനത്തിന് ആർക്ക് പാസ് ചെയ്ത് കൊടുത്തു? ഈ ഇൻഡ് ആഡ് എന്ന് പറയുന്നത് നമ്മളെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ആക്ടിവിറ്റി വരികയാണ്. മെയിൻ ഫംഗ്ഷനകത്ത് 3 നമ്പേഴ്സ് വാങ്ങിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫംഗ്ഷനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം, ഡിഫൈൻ ചെയ്യാം, ഇവൻ എക്സിക്യൂഷന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം. അപ്പോൾ കോൾ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എന്ത് ചെയ്തു? ഒരു വേരിയബിൾ ആഡ് ഓഫ് XYZ എന്ന് ഞാനിവിടെ ഈ 3 വേരിയബിൾ നേരത്തെ ഞാൻ പറഞ്ഞ പച്ചക്കറികൾ ഇതുവഴി അങ്ങ് പാസ് ചെയ്ത് കൊടുത്തു. ഈ പാസ് ചെയ്ത് കൊടുത്ത പച്ചക്കറികൾ എന്ന് പറയുന്നത് എവിടെ എത്തി? ആഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ് ഫംഗ്ഷനകത്ത് എത്തി. സബ് ഫംഗ്ഷനകത്ത് ഈ a+b+c കൊടുത്ത് ഇതിനെ ആഡ് ചെയ്യും. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സംശയം തോന്നാം, ഇവിടെ ഇൻഡ് എന്ന് കൊടുത്തിരിക്കുന്നു, ഇവിടെ ഇൻഡ് a,b,c എന്ന് കൊടുത്തിരിക്കുന്നു. ആക്ച്വലി പാരാമീറ്റേഴ്സ് ഏത് ഡേറ്റ ടൈപ്പാണ്, എത്ര എണ്ണമാണെന്നുള്ള മാത്രമാണ് ഫാക്ട്. നിങ്ങൾ എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല. ഒരിടത്ത് X എന്ന് കൊടുത്തിട്ട് മറ്റിടത്ത് A എന്ന് കൊടുത്താലും B എന്ന് കൊടുത്താലും C എന്ന് കൊടുത്താലും ഒന്നും പ്രശ്നമില്ല. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എണ്ണം കറക്റ്റ് ആയിരിക്കണം, ഡേറ്റ ടൈപ്പ് സെയിം ആയിരിക്കണം. അതായത് ഇവിടെ ഇൻഡ് A, ഇൻഡ് B, ഇൻഡ് C എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് പോകുന്നതും 3 ഇൻഡിജർ വേരിയബിൾ തന്നെ ആയിരിക്കണം. നിങ്ങൾ അത് ക്യാരക്ടറായിട്ട് കൊടുക്കുന്ന ഈ 3 ക്യാരക്ടർ പോകണം. അല്ലെങ്കിൽ ഇൻഡിജറും ക്യാരക്ടറും കൊടുക്കണമെങ്കിൽ ആ പറയുന്ന സംഭവം ഡിഫറൻസ് ചെയ്യണം. അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇതിൽ നോക്കും മക്കളെ, ഈ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നുണ്ട്, ഇവിടെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. അതാണ്ട ആഡ് ഓഫ് XYZ പേര് വിളിക്കുന്ന മാത്രമാണ് കോള്. വെറുതെ നമ്മളിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം. ഐ വിൽ ഷോ യു സംതിങ്. നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേരെങ്കിൽ ആഡ് നമ്മൾ ആദ്യം എന്ത് കൊടുത്തു? ഇൻഡ് ആഡ്, ഇതിനകത്ത് ഇൻഡ് ഇൻഡ് നമ്മളിങ്ങനെ കൊടുക്കും. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ എന്താണ്? ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്ന സാധാരണഗതി കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഇതിന് ശേഷം നമ്മൾ സാധാരണ എഴുതി വയ്ക്കുന്ന സംഭവം എന്താണ്? ഇവിടെ ഏറ്റവും അവസാനം നമ്മൾ എഴുതും വോയിഡ് മെയിൻ എന്ന് എഴുതും. ഏറ്റവും അവസാനം അല്ല, ഏറ്റവും ആദ്യം, ഇവിടെ വോയിഡ് മെയിൻ എന്ന് എഴുതിയതിനു ശേഷം ആ വോയിഡ് മെയിൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് അതിനകത്താണ് നിങ്ങൾ എന്ത് കൊടുക്കുക? കണ്ടന്റ് കൊടുക്കുക. ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആളാണ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം അവൻ ചെക്ക് ചെയ്യുന്ന ആൾ. കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ആദ്യം പോകുന്നത് മെയിൻ ഫംഗ്ഷനിലേക്കാണ്. കുട്ടികളെ, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? കേൾക്കാണല്ലോ അല്ലേ? ഇല്ല സാർ. ഉറങ്ങുന്നില്ല എന്നാണോ കേൾക്കുന്നില്ല എന്നാണോ? ഉറങ്ങുന്നില്ല. യെസ്, ഫൈൻ. മക്കളെ, ഈ പറഞ്ഞ സാധനത്തിനകത്ത് ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയാണ് നിങ്ങൾ കണ്ട പ്രോഗ്രാമിനകത്ത് ഞാൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എനിക്കൊരു ചെറിയ ചേഞ്ച് നിങ്ങൾ ഓർത്ത് വയ്ക്കും, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറേ ലൈൻസ് ഓഫ് കോഡ്സിനെ ഒരുമിച്ച് എഴുതാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം യൂസർ ഡിഫൈൻഡും അല്ലാതെ നമ്മളെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനും ഉണ്ട്. യൂസർ ഡിഫൈൻഡ് ആണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത് ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന ഒരു പ്രോഗ്രാമിനകത്ത് 3 രീതിയിൽ ഇവനെ എഴുതി പോകാം. ഒന്ന്, ഇവനെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ വേണം, ഇവനെ ഡിഫൈൻ ചെയ്യണം, ഇവനെ കോൾ ചെയ്യണം. ഇതിനകത്തൊരു ചെറിയ വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിക്ലറേഷൻ, ഈ ഡെഫിനിഷൻ എന്ന് പറയുന്ന സാധനം ഞാൻ ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പം ഈ കിടക്കുന്ന പ്രോഗ്രാമിന് ഒരു എക്സിക്യൂഷൻ കാണിച്ചു തരാം. ഇത് റൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പറയും, അയ്യോ മുഴുവൻ എററാണെന്നോ. ഒന്ന് നോക്കിക്കോട്ടെ. ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ ഓഫ് പ്രിന്റ്എഫ് അതവിടെ കിടക്കട്ടെ മക്കളെ. ഇതിനകത്ത് ആക്ച്വലി മിസ്റ്റേക്ക് ഓൺലൈൻ കമ്പൈലർ കൊടുക്കുമ്പോൾ ചില മിസ്റ്റേക്സ് കാണിക്കും. ഞാനത് തിരുത്തി നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിനകത്ത് തെറ്റൊന്നും ഇല്ല, കോഡ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ ഡിക്ലറേഷൻ ഒന്ന് മാറ്റി നോക്കട്ടെ, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി പ്രശ്നം ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മനസ്സിലാവും. ഞാൻ പറയാൻ വന്ന കഥ ഇതാണ്. ഇതിനകത്ത് ആക്ച്വലി ആ പ്രിന്റ് എഫ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അത് എറർ കാണിക്കുന്നത്. ഞാൻ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് എറർ ഇവിടെ കിടക്കട്ടെ മക്കളെ.
ഇവിടെ ഇതിനകത്ത് ഞാൻ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇവിടെ കൊടുത്തു, ഡെഫിനിഷൻ ഇവിടെ കൊടുത്തു, ഇവിടെ കോൾ ചെയ്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഈ ഡെഫിനിഷൻ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾ അങ്ങ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ഡെഫിനിഷൻ ഒരുമിച്ചായിക്കോളും. മെയിൻ ഫംഗ്ഷന് ശേഷം നിങ്ങൾ ഡെഫിനിഷൻ കൊടുക്കുമ്പോഴാണ് ഡിക്ലറേഷൻ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കേണ്ടി വരിക. മെയിൻ ഫംഗ്ഷന് മേലെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇവിടെ തന്നെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ഡെഫിനിഷനും അവിടെ തീരും. പിന്നെ നിങ്ങൾ കോൾ ചെയ്താൽ മാത്രം മതിയാവും. ഐ റിപ്പീറ്റ്, ഫംഗ്ഷൻ എക്സിക്യൂഷന് 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, ഫംഗ്ഷൻ കോൾ ഉണ്ട്. പക്ഷേ മെയിൻ ഫംഗ്ഷന് മേലെ നമ്മൾ മെയിൻ ഫംഗ്ഷന് മുന്നേ നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിക്ലറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതായത് നമ്മൾ പറയില്ലേ, തിയററ്റിക്കലി വി നീഡ് ടു എക്സ്പ്ലെയിൻ 3 സ്റ്റെപ്സ്: ഡിക്ലറേഷൻ, ഡെഫിനിഷൻ, കോൾ. പക്ഷേ മെയിൻ ഫംഗ്ഷന് മേലെ നിങ്ങൾ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഡിക്ലറേഷൻ ഡെഫിനിഷൻ ഒരുമിച്ചായിക്കോളും, എന്നിട്ട് നിങ്ങൾക്ക് എക്സിക്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കഥ എന്തായിരുന്നു മക്കളെ? ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഫംഗ്ഷനകത്ത് എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് യൂസർ ഡിഫൈൻഡ് ആയിട്ടൊരു ഫംഗ്ഷൻ എങ്ങനെ എഴുതാമെന്ന് ഒരു കഥ പറഞ്ഞു. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷനാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതാ കണ്ടോ, ഈ പ്രോഗ്രാമിനകത്ത് ഈ റൈറ്റ് സൈഡിൽ എറർ നോക്കണ്ട, ഇവിടെ കണ്ട, ഇവിടെ നിന്ന് ഞാൻ x10 y20 z30 എന്ന് പറഞ്ഞിട്ട് വാങ്ങി. എന്നിട്ട് ആഡ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് കോൾ ചെയ്ത സമയത്ത് ഈ 3 വാല്യൂ എങ്ങോട്ട് പോകും? 10, 20, 30 നേരെ ഈ 3 പൈപ്പിലൂടെ. ഇപ്പം പൈപ്പിൽ നിന്ന് പല വെള്ളം ഒരു ടാങ്കിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പൈപ്പുകളിൽ കൊടുക്കുന്നത് പോലത്തെ കോൺസെപ്റ്റാണ് വാല്യൂസ് പാസ് ചെയ്യുന്നത്. ഈ 3 വാല്യൂസ് ഇങ്ങോട്ട് വന്നിട്ട് സം ഇസ് ഈക്വൽ ടു a പ്ലസ് ബി പ്ലസ് സി ചെയ്യും. സം ഇവിടുന്ന് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ സാധനം ഇവിടെ നേരെ എവിടെ പോകും? ഇവിടെ വരും. ഈ കോൾ ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വരും. എന്നിട്ട് ആ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. ഇതാണ് ആക്ച്വലി സബ് ഫംഗ്ഷൻ യൂസേജ് എന്ന് പറയുന്ന സംഭവം. ചെറിയൊരു ഐഡിയ മനസ്സിൽ വന്ന കുട്ടികളെ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് പ്ലീസ് ആസ്ക് നൗ. ഞാൻ ഇപ്പം ഈ പറഞ്ഞു പോയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എക്സിക്യൂഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന സാധനം നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന സാധനം സാറ് പറയുന്നത് എനിക്കൊന്ന് അറിയാനുണ്ട് എന്നുണ്ടെങ്കിലോ യു ക്യാൻ ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻ നൗ. എനിവൺ? എല്ലാവർക്കും മനസ്സിലായ? ഈ പറ അഭിജിത്തെ. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ 3 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇല്ലായിരുന്നോ? എക്സാക്ട്ലി. അപ്പൊ നമ്മൾ ഇത് ഫംഗ്ഷൻ ഉപയോഗിക്കാതെ ചെയ്യുമ്പോഴും ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം എന്താണോ? ഫംഗ്ഷൻ ഉപയോഗിക്കാതെ ചെയ്യുമ്പോഴല്ലേ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. അതായത് മനസ്സിലായി, വളരെ ജെന്യൂൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. അതായത് ഒരു സാധാരണ മെയിൻ ഫംഗ്ഷൻ എഴുതി ഒരു 4 ലൈൻസിന്റെ കോഡ് എഴുതി തീർക്കേണ്ട സാധനമല്ലേ സാർ ഇതിനെ ഫംഗ്ഷൻ ആക്കി മാറ്റി ഡിക്ലറേഷനും ഡെഫിനിഷനും കോളും ഒക്കെ കൊടുത്തെന്നുള്ളതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. മക്കളെ, ഇതിൽ ആക്ച്വലി നമ്മൾ പഠിക്കുന്നതല്ല, നമ്മൾ അക്കാഡമിക്കലി പഠിക്കുന്നതല്ല 4ഉം 5ഉം ലൈനുള്ള കോഡാണ്. വലിയ ഒരു ലക്ഷക്കണക്കിന് കോഡ്സ് വരുന്നതാണ് ആക്ച്വലി നമ്മൾ എന്തിന് യൂസ് ചെയ്യുക? ഒരു സോഫ്റ്റ്വെയർ ഫേമിലോ ഒരു കമ്പനിയിലോ ഒരു ഫേമിന് വേണ്ടി നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന, നിങ്ങളൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന കോഡ് 100 ലൈനിലോ 200 ലൈനിലോ 300 ലൈനിലോ തീരില്ല. 1000കണക്കിന് ലൈൻസ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ലൈൻസ് അതിനകത്ത് വരുന്നൊരു കോൺസെപ്റ്റ് വരും. അങ്ങനെ വരുമ്പോൾ ഈ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതിയാലേ നിങ്ങൾക്ക് അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മൊത്തം വായിച്ച് പറക്കി എല്ലാം എടുക്കുന്ന സമയത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായി പോകും. മീൻസ് എല്ലാ വേരിയബിൾസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഒരു ഫംഗ്ഷനായിട്ട് നീ മാറ്റി മാറ്റി എഴുതി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതി തീർത്താൽ നമുക്ക് വായിക്കാൻ എളുപ്പമാണ്, തെറ്റില്ലെങ്കിൽ. തെറ്റുള്ള സമയത്ത് ഇന്ന സ്ഥലത്ത് ഇപ്പൊ 5ാമത്തെ ലൈൻ മുതൽ 10ാമത്തെ ലൈൻ വരെ നോക്കിയാൽ അതിനകത്ത് തെറ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോ, എങ്കിൽ അത് മാത്രം എടുത്ത് കളഞ്ഞാൽ പോരെ, മൊത്തം പ്രോഗ്രാം എടുത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. അത് ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ദ കോൺസെപ്റ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുക. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാം. അഭിജിത്തെ മനസ്സിലായി? ഓക്കെ, ഫൈൻ. വേറെ ആരെങ്കിലും എന്തെങ്കിലും സംശയം? കുഴപ്പമില്ല, ഒരു പകുതി ഒരു ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോവാം. ക്യാനായി? ആരും മിണ്ടൂലേ? യെസ്. അപ്പോൾ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ്. മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ അല്ലാതെ പറയുകയോ ചെയ്താൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും അയച്ചു തരാം. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, മോഡുലാർ പ്രോഗ്രാമിംഗ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, പിന്നെ അതിനുശേഷം മോഡുലാർ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് സി പ്രോഗ്രാമിംഗിനകത്ത് കൊണ്ടുവരുന്നത്, അതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷനകത്ത് അവന് എക്സിക്യൂഷന് 3 ഫേസ് ഉണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, പിന്നെ അവനെ വിളിക്കാൻ ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പ്രോഗ്രാം നോക്കിയത് 3 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ നോക്കിയത്. അത് ഡിഫൈൻ ചെയ്ത് വെച്ച് അത് കോൾ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നോക്കിയത്. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു നിങ്ങളുടെ സിലബസ് വൈസും നിങ്ങളുടെ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്
ഫോർമൽ പാരാമീറ്റേഴ്സ് ആൻഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഒരു നോട്ട് കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഒന്ന് എഴുതി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ക്യാൻ യു എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ, കാരണം പിന്നെ നോക്കുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഒരു കണക്ഷൻ അറിയാൻ വേണ്ടി മാത്രം. ഈസ് ഇറ്റ് പോസിബിൾ കുട്ടികളെ? ഇത് നോട്ട് ചെയ്ത് വെച്ചൂടെ? Yes, sir. Sir. നിങ്ങൾ എഴുതിക്കോ മക്കളെ. കൺസിഡർ ടു ഫങ്ഷൻസ് എ ആൻഡ് ബി. കൺസിഡർ ടു ഫങ്ഷൻസ് എ ആൻഡ് ബി. ഫങ്ഷൻ എഴുതുമ്പോൾ എപ്പോഴും ഒരു ബ്രാക്കറ്റ്സ് കൊടുത്തു വേണം. മീൻസ് സാധാരണ നോർമൽ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും കൊടുത്തു വേണം എഴുതാൻ. ആ ബ്രാക്കറ്റിന് ഒരു പേര് പറയും. ആർക്കെങ്കിലും അറിയാവോ? പരാന്തസിസ് എന്ന് പറയും. എക്സാക്ട്ലി. പരാന്തസിസ് എന്ന് പറയുന്നതാണ് ഓപ്പണിംഗ് ബ്രാക്കറ്റിനെയും ക്ലോസിംഗ് ബ്രാക്കറ്റിനെയും പറയുന്നത്. നമ്മളൊരു ഒരു വേരിയബിളിന്റെ ഒരു പേര് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഈ പരാന്തസിസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഡയലോഗ്, കൺസിഡർ ദ ഫങ്ഷൻസ് എ ആൻഡ് ബി. ഓക്കെ, പറഞ്ഞോട്ടെ. ഓക്കെ sir. സാർ. Sir. assume that the function b is called from another function a. ഈ കിടക്കുന്ന ഡയലോഗാണ്, ഞാൻ ഒന്ന് മാറ്റി പറയുന്നതേ ഉള്ളൂ. assume that the function b is called from another function a. Can I? പറയട്ടെ? Sir. Yes. In this case, the dialogue. In this case, the A is called the caller function and B is called the called function or callee function. In this case, A is called the caller function and B is called the called function or callee function. Okay now? Okay, sir. ഇങ്ങനെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഇനിയാണ് ഞാൻ കഥ പറയാൻ പോകുന്നത്. നിങ്ങൾ എഴുതി വെച്ച ഡയലോഗിൽ നിന്നാണ് ഞാൻ കഥ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ആ നോട്ടിൽ എഴുതി വെക്കുക. അതായത് എനിക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒരു എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ബി എന്ന് പറയുന്ന സാധനം എ കോൾ ചെയ്തു. അതായത് എ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ബി എ കോൾ ചെയ്തു. കഥ ഇതാണ്, നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. എ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഈ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ നേരത്തെ വിളിച്ചതുപോലെ ഒരു ആഡ് ഫംഗ്ഷൻ കോൾ ചെയ്തു എന്ന് വിചാരിക്കുക. അതാണ് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബി എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു, കോൾ ചെയ്തു. അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് വരിക. ആർഗ്യുമെന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോട്ടിൽ വായിച്ചാൽ മതി. രണ്ട് പാരാമീറ്റേഴ്സ് വരും. ഓക്കെ, ഫോർമൽ പാരാമീറ്ററും വരും, ആക്ച്വൽ പാരാമീറ്ററും വരും. ഈ ഫോർമൽ പാരാമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ എ വേരിയബിൾ ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ആസ് ദേ അപ്പിയർ ഇൻ ദ പ്രോട്ടോടൈപ്പ് ഫംഗ്ഷൻ ഓർ മെത്തേഡ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾഡ് ബൈ ആരാണ്? എ ആണ്. എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബി എ വിളിച്ചു. അപ്പൊ എ വിളിക്കുന്ന സമയത്ത് ഫോർമൽ പാരാമീറ്റർ വരെ വരും. ഡെഫിനിഷനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പാരാമീറ്റർ നമ്മൾ പറയുന്ന പേരാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇനി ഫംഗ്ഷനകത്ത് കളയുന്ന സാധനത്തിന് നമ്മൾ പറയാം, ഫംഗ്ഷൻ കോളിനകത്ത് വരുന്ന സാധനങ്ങളാണ് നമുക്ക് എന്തെന്ന് പറയാം? ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയാം. കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം തന്നെ കാണിച്ചു തരാം. നിങ്ങളടുത്ത് ഞാൻ രണ്ട് പേരുകളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു മക്കളെ പറഞ്ഞത്? ഫോർമൽ അല്ല, എ എന്നും ബി എന്നും രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് രണ്ട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടണം. ഒന്ന് ഫോർമൽ പാരാമീറ്ററും പിന്നെ ഒന്ന് ആക്ച്വൽ പാരാമീറ്ററും. ഈ പ്രോഗ്രാമിനകത്ത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞെന്ന സാധനം എന്ന് വെച്ചാൽ ഈ ഡെഫിനിഷനകത്ത് വരുന്ന വേരിയബിൾസിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇത് കണ്ടോ, ഈ വേരിയബിൾസിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ഇവിടെ കോളിൽ വരുന്ന ഈ വേരിയബിൾസിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയാം. കുഴപ്പമുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു പ്രോഗ്രാം ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം മെയിൻ ഫംഗ്ഷനകത്ത് ഇവനെ വിളിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള പാരാമീറ്ററിനെ എന്തെന്ന് പറയാ? ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയാം. ഇവന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയാ? ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ക്യാൻ യു കം വിത്ത് മീ? സംഭവം മനസ്സിലാവുന്നുണ്ടോ മക്കളെ? കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന ഒരു സാധനമാണ്, പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാം വെച്ച് എപ്പോഴും ഓർക്കുക. അത് വെച്ച് നിങ്ങൾക്ക് പരീക്ഷ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും.
രണ്ട് പേരുകളാണ് ഞാൻ പറഞ്ഞത്, ഫോർമൽ പാരാമീറ്റർ, ആക്ച്വൽ പാരാമീറ്റർ. ഇവിടെ ഡെഫിനിഷനകത്ത് കാണുന്ന ഈ പാരാമീറ്റേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഫോർമൽ പാരാമീറ്റർ. നമ്മുടെ കോളിനകത്ത് ആക്ച്വൽ ഇവിടെ കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെ പറയുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റർ. കുഴപ്പമുണ്ടോ? ഈ നോട്ട് വായിച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലാവണം. അതാണ് ഇതിനകത്തുള്ള മെയിൻ പ്രശ്നം. ക്യാൻ ഐ കണ്ടിന്യൂ? കുഴപ്പമായെങ്കിൽ ചോദിച്ചോ. അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കൺഫ്യൂഷൻ ആയെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോ. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. കാരണം ഞാൻ വെറുതെ പറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് ആ സംഭവം വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പൊ നമ്മൾ ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് അതിനകത്ത് ഫോർമൽ പാരാമീറ്ററും ആക്ച്വൽ പാരാമീറ്ററും പറഞ്ഞു. അത് ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടോ? Can I need to explain it again? Is it necessary to explain it again? പറയണോ മക്കളെ? ചോദിച്ചോ പോലെ. ഇതിപ്പം ഒരു ഫംഗ്ഷൻ കെ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉള്ളിൽ ബി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തേക്കുമല്ലേ? മക്കളെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയൂടാ. എനിക്ക് ഒരു എന്തോ ഒരു അടച്ചു വെച്ചിരിക്കുന്ന പോലെ സൗണ്ട് കേൾക്കുന്നു. സാറേ ഇപ്പം എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ലേ? ആഡ് അല്ലേ? അല്ല, എ എന്ന് കൊടുത്തേക്കുന്ന ഫംഗ്ഷൻ ഇല്ലേ? എയും ബിയും കൊടുത്തിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻസ്. കറക്റ്റ്. അപ്പൊ അതിനകത്ത് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളിലല്ലേ ബി ഡിക്ലെയർ ചെയ്തേക്കുന്നത്? എക്കകത്താണ് ബി എ കോൾ ചെയ്തിരിക്കുന്നത്, ഡിക്ലെയർ ചെയ്തിരിക്കുന്നതല്ല. ഡിക്ലറേഷൻ പുറത്ത് കിടപ്പുണ്ട്. എന്നിട്ട് എക്കകത്ത് ആരെ വിളിച്ചിട്ടുണ്ട്? ബി എ വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ നമ്മൾ ഈ കോഡിനകത്ത് പറഞ്ഞതുപോലെ ഈ എക്സിക്യൂഷൻ ഫേസിനകത്ത് ഇത് കണ്ടോ, ഇതിനകത്ത് ഞാൻ ഇവിടെ ആഡ് ഓഫ് എക്സ് വൈ സെഡ് വിളിച്ചിരിക്കുന്നില്ലേ? ഇപ്പൊ ഇതാണ് നമുക്ക് എ എങ്കിൽ ഇതാണ് ബി. ഈ എക്കകത്ത് ഈ ബി എ വിളിച്ചിരിക്കുന്ന സ്ഥലമാണ് ആഡ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചോ. അല്ല, നമ്മുടെ ഫംഗ്ഷൻ എഴുതില്ല, നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയല്ല? എനിക്ക് കേൾക്കാത്തതാണോ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നത്? ഹലോ മക്കളെ, നീ പറയുന്നത് ക്ലിയർ ആവുന്നില്ലടാ. അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ നിനക്ക് ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ട്, 9496. ഞാൻ നമ്പർ തരാം. നീ അതിനകത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചോ, ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. ഇവൻ ചോദിച്ച ഡൗട്ട് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് ചോദിക്കാവോ കുട്ടികളെ? എനിവൺ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കേട്ട് സംഭവം കത്തിയായിരുന്നോ? കേട്ടില്ല, ക്ലിയർ അല്ല. അപ്പോട്ടെ, അത് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കളെ? ഈ ആക്ച്വൽ പാരാമീറ്റർ, ഫോർമൽ പാരാമീറ്റർ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിച്ചോളൂ. ഗ്രൂപ്പിലോ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ക്യാൻ ഐ കണ്ടിന്യൂ? യെസ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് രണ്ട് കോൺസെപ്റ്റിലൂടെയാണ് കടന്നുപോയത്. ഒന്ന്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞു, ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഫംഗ്ഷൻ്റെ 3 കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മളെ നോക്കിയതായിരുന്നു ഫോർമൽ പാരാമീറ്റേഴ്സ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇനി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പല സ്ഥലങ്ങളിലും കേൾക്കുന്ന രണ്ട് സംഭവങ്ങളാണ് പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസ്. അതായത് നമ്മൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ പാസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കോൺസെപ്റ്റാണ് പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം കാണിച്ചിട്ട് ആദ്യം പറഞ്ഞുതരാം. വാല്യൂ കൊണ്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം, അഡ്രസ്സ് കൊണ്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതാണ് പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസ്. ഇതിനകത്ത് സി പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 3 വാല്യൂസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നേരത്തെ എഴുതി വെച്ച പ്രോഗ്രാം തന്നെ ഞാൻ കൊടുക്കുകയാണ്. അത് കുറച്ചുകൂടെ വൃത്തിയാക്കി ഞാൻ റെഡിയാക്കി എഴുതി വെച്ചതേ ഉള്ളൂ. ഞാൻ 3 നമ്പേഴ്സ് ഇതിനകത്ത് കൊടുക്കുകയാണ്, 3, 4, 5. ഇതിങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താക്കാം. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ട. ഡിക്ലറേഷൻ ആദ്യം കൊടുത്തിട്ട് ഞാൻ മെയിൻ ഫംഗ്ഷന് മേലെ എടുത്ത് ഡെഫിനിഷൻ കൊടുത്തു. അപ്പോൾ ഡിക്ലറേഷൻ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇത് കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇവൻ നേരെ ഇവിടെ പോകുന്നു, റിസൾട്ട് കണ്ടുപിടിക്കുന്നു, റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു, റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ കഥ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു നോർമൽ കേസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ മെയിൻ ഫംഗ്ഷനകത്തേക്ക് മെയിൻ ഫംഗ്ഷനിൽ കിട്ടുന്ന എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 വാല്യൂസ് എന്തൊക്കെയാണ്? ഇവിടെ കിട്ടുന്ന
എക്സ് വൈ ഇസഡ്. നിങ്ങൾ ഇവിടെ എൻ്റർ 3 നമ്പേഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ 3 കൊടുത്തു, 4 കൊടുത്തു, 5 കൊടുത്തു. ഇത് 3 വാല്യൂസ് ആണ്, ശരിയല്ലേ? ഈ വാല്യൂസ് ഈ കോളിലൂടെയാണ് ആർക്ക് പാസ് ചെയ്ത് കൊടുക്കുക? ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. ഈ പാസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ എ വഴി ഇങ്ങനെ അകത്ത് കയറും, വൈ എന്ന് പറയുന്ന വാല്യൂ ബി വഴി ഇങ്ങനെ അകത്ത് കയറും, ഇസഡ് എന്ന് പറയുന്ന വാല്യൂ സി വഴി ഇങ്ങനെ അകത്ത് കയറും. ആം ഐ ക്ലിയർ ടു യു? ഈ പറഞ്ഞ ഡയലോഗ് ഓക്കെ ആണോ? എങ്കിൽ എനിക്ക് അടുത്ത് പറയാൻ പറ്റൂ കുട്ടികളെ. മക്കളെ, ഞാനിപ്പോൾ പറഞ്ഞ സാധനം കുഴപ്പമാണോ? ഡിഡ് ഐ നീഡ് ടു എക്സ്പ്ലെയിൻ അഗെയിൻ? അത് നിങ്ങൾക്ക് മനസ്സിലായാലേ അടുത്ത് ഞാൻ പറയുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എനിവൺ പറഞ്ഞു തരുമോ? എടാ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? യെസ്. ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ്റെ കാര്യമാണ് കഥ പറഞ്ഞത്. ആ ഫംഗ്ഷൻ്റെ കഥ പറഞ്ഞതിന് ശേഷം നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ഒരു ഫംഗ്ഷനെ വെളിയിൽ ഡിക്ലെയർ ചെയ്യുന്നതും ഡിഫൈൻ ചെയ്യുന്നതും കോൾ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു പോയത്. ആ കോൾ ചെയ്യുന്ന സമയത്ത് ഞാനൊരു കഥ നിങ്ങളുടെ പറയാണ്. എക്സിക്യൂഷൻ ലെവലിൽ ഒരു എക്സിക്യൂഷൻ സാധനം നിങ്ങൾ പറയാണ്. ഇവിടെ ഇൻഡ് റസ് എന്നും എക്സ് വൈ സെഡ് എന്നും ഡിക്ലറേഷൻ കൊടുത്തു. അതിനുശേഷം 3 നമ്പേഴ്സ് ഇവിടെ കോൾ ചെയ്യാനായിട്ട് ഒരു പ്രിന്റ് എഫ് എന്നൊരു മെസ്സേജ് കൊടുത്തു. ദെൻ ഞാനൊരു സ്കാൻ എഫ് കൊടുത്തിട്ട് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന സാധനം 3ഉം വാങ്ങാനായിട്ട് പറഞ്ഞു. ഈ വാങ്ങുന്ന സാധനം ഈ കോളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഈ പറയുന്ന ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആഡ് എന്ന് പറയുന്ന സബ് ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആഡ് ഓഫ് എക്സ് എന്ന് വിളിക്കുമ്പോൾ ഈ എക്സിനകത്തൂടെ ഈ പറയുന്ന കൊടുത്ത 3 എവിടെ കയറി പോകും? നേരെ ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എ വഴി ഇവിടെ എയിലെത്തും. എന്നിട്ട് വീണ്ടും വൈ കൊടുക്കുന്ന സമയത്ത് വൈ 4 ആണ്, ഇസഡ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഈ 3 സാധനങ്ങൾ എങ്ങോട്ട് കണക്റ്റഡ് ആയി? ഈ 3 സംഭവങ്ങൾ ഈ കോളിലൂടെ ഇവനെ വിളിച്ചതിലൂടെ തന്നെ ഇത് ഇങ്ങോട്ട് കണക്റ്റഡ് ആയി. അങ്ങനെ ഈ 3 വാല്യൂസ് എങ്ങോട്ട് പാസ്സാവും? ഇതിനകത്തോട്ട് വരും. അപ്പോൾ സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് എന്ന് കൊടുക്കുമ്പോൾ സം ഇസ് ഈക്വൽ ടു 3 + 4 + 5 എന്ന് പറയും. അപ്പോൾ ഇവന് സമ്മിൽ എന്ത് കിട്ടും? നമ്മൾ ഈ പറയുന്ന 12 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇവിടെ നിന്ന് റിട്ടേൺ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എവിടെയോ പോകണം. സം റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് ഈ റിട്ടേൺ നേരെ ചാടി ഇവിടെ വരും. ഈ റസ് ഇസ് ഈക്വൽ ടു ആഡ് ഓഫ് എക്സ് വൈ സെഡ് എന്ന കോളിൽ അങ്ങോട്ട് കൊടുത്ത 3, 4, 5 ആഡ് ചെയ്ത് ഇവിടെ വരും. ആ റസ്സാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്ത് വയ്ക്കുക. അപ്പം മെയിൻ ഫംഗ്ഷനകത്ത് കോൾ ചെയ്യുന്ന സബ് ഫംഗ്ഷന്റെ വാല്യൂസ് ഇത് ഇങ്ങനെ പാസ് ചെയ്ത് സബ് ഫംഗ്ഷനിൽ പോയി അവിടെ നിന്ന് പ്രോസസ് ചെയ്ത് റിസൾട്ട് എവിടെ വരും? മെയിൻ ഫംഗ്ഷനിൽ വരും. ആം ഐ ക്ലിയർ ടു യു? കുഴപ്പമുണ്ടോ? ക്ലിയർ ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഇത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ക്ലിയർ അല്ല എന്നാണോ ആണെന്നാണോ പറഞ്ഞത്? ക്ലിയർ ആണെന്നാ പറഞ്ഞത്. ഓക്കെ. വേറെ ആരെങ്കിലും? ഗേൾസ്, ബോയ്സ്? ഞാൻ ഇപ്പൊ പറഞ്ഞ കഥ മനസ്സിലാക്കുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആയി. അപ്പൊ ഇതിനെ വെച്ചിട്ടാണ് ഞാൻ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് പാസ് ചെയ്യുന്ന കോൺസെപ്റ്റ് 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് നമ്മൾ PDF-ലോട്ട് പോകണം. 2 രീതിയിൽ ഫംഗ്ഷനകത്ത് നമുക്ക് വാല്യൂസ് പാസ് ചെയ്യാം. വാല്യൂസ് പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 പാസ് ബൈ വാല്യൂ, 2 പാസ് ബൈ റെഫറൻസ്. പാസിംഗ് വാല്യൂസ് ഇൻ എ ഫംഗ്ഷൻ എന്നൊരു ഹെഡിങ് കൊടുത്ത കുട്ടികളെ, നിങ്ങളുടെ എവിടെയെങ്കിലും നോട്ട് ചെയ്യുന്ന സ്ഥലത്ത് പാസിംഗ് വാല്യൂസ്, മെത്തേഡ്സ് ടു പാസ് വാല്യൂസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുത്തു. എന്നിട്ട് 2 കാര്യങ്ങൾ എഴുതുക. പാസ് ബൈ വാല്യൂ എഴുതുക, പാസ് ബൈ റെഫറൻസ് എഴുതുക. പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ്. ഈ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത് അഡ്രസ് അതുപോലെ പാസ് ചെയ്ത് കൊടുക്കുന്ന കോൺസെപ്റ്റ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അടുത്ത മൊഡ്യൂളിലെ പോയിന്റേഴ്സ് എന്നൊരു സാധനം നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് നമ്മൾ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്ന സാധനം പഠിക്കും. Can I continue? യെസ് കുട്ടികളെ, ഞാൻ ഇനി പറയാൻ പോകുന്ന സാധനം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റക്കായി പോകുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ. ഞാനിപ്പോൾ ഒരു 2 വാല്യൂസ് നമ്മുടെ മനസ്സിൽ കൺസിഡർ ചെയ്യാണ്. ഒന്ന് എക്സ് എന്ന് പറയുന്നത് 10 ആണ്, വൈ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ആം ഐ ക്ലിയർ ടു യു? ഈ എക്സ് എന്ന് പറയുന്ന 10ഉം വൈ എന്ന് പറയുന്ന 20യും എനിക്ക് ഒരു സബ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് വേണമെങ്കിൽ പാസ് ചെയ്യാം. പാസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന്, ഇപ്പം ഞാൻ ഈ എക്സ് 10 എന്ന് പറയുന്ന വൈ 20 എന്ന് പറയുന്ന സാധനം ഞാൻ മാറ്റിയാണ്. എൻ്റെ വീട്ടിൽ ഷെൽഫിനകത്ത് ഒരു 2 അറ ഇരിപ്പുണ്ട്. അതിൽ ഒരു അറയിൽ ഒരു ലഡു ഇരിപ്പുണ്ട്, രണ്ടാമത്തെ അറയിൽ ഒരു ജിലേബി ഇരിപ്പുണ്ട്. ലഡുവും ജിലേബിയും പറഞ്ഞ സംഭവം തെറ്റിപ്പോവും. ഞാൻ നമ്പേഴ്സ് തന്നെ പറയാം. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി എന്ന് പറയുന്ന സാധനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലഡുവും ജിലേബിയും മാറ്റിയിട്ട് വാല്യൂസ് തന്നെ പറയാം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന സാധനം, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ആ വേരിയബിളിനകത്ത് 10 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇരിപ്പുണ്ട്. വൈ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 20 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇരിപ്പുണ്ട്. ആം ഐ ക്ലിയർ ടു യു?
അത് കുഴപ്പമൊന്നുമില്ല. യെസ്. ഇനി നമുക്കിതിനെ 2 രീതിയിൽ നമുക്ക് ഫംഗ്ഷനിലൂടെ പാസ് ചെയ്ത് കൊടുക്കാം. പാസ് ബൈ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സാധനത്തിന്റെ വാല്യൂ എടുത്ത് ഒരു കോപ്പി എടുത്ത്, ഇപ്പൊ എക്സിനകത്ത് 10 ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ 10 ആണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും. വൈക്കകത്ത് 20 ആണ് ഇരിക്കണമെങ്കിൽ 20 ആണ് ഇരിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കും. പക്ഷേ പാസ് ബൈ റെഫറൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എവിടെ ഇവൻ ഇരിപ്പുണ്ടോ ആ അഡ്രസ്സ് തന്നെ ഇവൻ പാസ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ എക്സും വൈയും ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് മക്കളെ. നിങ്ങൾ മനസ്സിൽ അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ആദ്യം ഈ സംഭവം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പാസ് ബൈ വാല്യൂ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ പാസ് ബൈ വാല്യൂവിൽ നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നോക്കാൻ പോകണം. കോപ്പി ഓഫ് ആൻ ആക്ച്വൽ പാരാമീറ്റർ പാസ് ചെയ്യുന്ന ഒരു നോർമൽ പ്രോഗ്രാം. അത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കട്ടില്ല, ഇത് സ്വാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ആണ്. മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ 2 വാല്യൂസ് വാങ്ങുന്നുണ്ട്, എക്സും വൈയും. അത് ബിഫോർ സ്വാപ്പിംഗ് ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സ്വാപ്പ് കോൾ ചെയ്ത് എക്സും വൈയും അങ്ങോട്ട് പാസ് ചെയ്തു. സ്വാപ്പ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് അറിയാം കുട്ടികളെ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അത്രേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക. എക്സിൽ 10ഉം വൈയിൽ 20ഉം ആണെങ്കിൽ അത് നേരെ തിരിച്ചു വെച്ച് എക്സിൽ 20ഉം വൈയിൽ 10ഉം ആക്കുന്ന കോൺസെപ്റ്റിനാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയാം. അങ്ങനെ സ്വാപ്പിങ്ങിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഈ കോൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ് ബൈ വാല്യൂ ആണ്. എന്നിട്ട് നമ്മൾ ഇതിനെ റൺ ചെയ്ത് നോക്കുകയാണ്. റൺ ചെയ്ത് നോക്കുന്ന സമയത്ത് എൻ്റെ അത് നമ്പേഴ്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എക്സിലുള്ളത് 10ആണ്, വൈയിലുള്ളത് 20ആണ്. ആക്ച്വലി ബിഫോർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പേ x = 10, y = 20. സ്വാപ്പ് ചെയ്തതിന് ശേഷം x = 10, y = 20. അങ്ങനെ വരാൻ പാടുണ്ടോ? അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എക്സ്പ്ലനേഷൻ ആണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നമ്മൾ പാസ് ബൈ വാല്യൂ എടുക്കും, പാസ് ബൈ റെഫറൻസും എടുക്കും. ഈ പാസ് ബൈ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനകത്ത് ആ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഫംഗ്ഷൻ പാസ് ചെയ്യുന്നത് യഥാർത്ഥ വാല്യൂ അല്ല, ഒരു കോപ്പി എടുത്ത് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു കോപ്പി എടുത്ത് പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവൻ എന്ത് ചെയ്യും? അവിടെ അവൻ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ സ്വാപ്പ് ഓഫ് എക്സ് വൈ കൊടുത്തിട്ട് ഞാൻ ഈ സാധനം ഇവിടെ മെഷർ ചെയ്യാൻ പറഞ്ഞാലോ? ഇവിടെ ഞാനിപ്പോൾ ഇത് പ്രിന്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്താണ് പ്രിന്റ് എഫ് ആഫ്റ്റർ സ്വാപ്പിംഗ്. എറർ കാണിക്കുമെന്ന് പറഞ്ഞോളൂ, നോക്കട്ടെ. ഇതിനകത്ത് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇവിടെ മാറ്റി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് സിൻടാക്സ് എറർ ആയതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അത് പോട്ടെ, നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എടാ, 2 ടൈപ്പ് ഓഫ് പാസിംഗ് വാല്യൂസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരെണ്ണം പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസും. പാസ് ബൈ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സിൽ 10ഉം വൈയിൽ 20 ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് ഇതുപോലെ കോൾ ചെയ്യുമ്പോൾ ഈ കോൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവൻ എന്ത് മാത്രമാണ് കൊടുക്കുക? ഒരു കോപ്പി മാത്രമാണ് കൊടുക്കുക. കോപ്പി കൊടുക്കുന്ന ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പാസ് ബൈ വാല്യൂ എന്ന് പറയുക. അതേസമയം ആക്ച്വൽ വാല്യൂ തന്നെ ഞാൻ കൊടുക്കുന്ന കോൺസെപ്റ്റിനെയാണ് പാസ് ബൈ റെഫറൻസ് എന്ന് പറയുക. അതായത് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇത് ഞാൻ വാക്കാലെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കി വരുമ്പോഴേ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അത്രയ്ക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ തിയറി നിങ്ങൾക്ക് പറഞ്ഞുതരാം. പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസും 2 രീതികളുണ്ട്. എന്തിനകത്ത്? ഫംഗ്ഷനകത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ. ഈ പാസ് ബൈ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സും വൈയും 2 വാല്യൂസ് ഇരിപ്പുണ്ട്, 10ഉം 20ഉം. ഈ രണ്ടും പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ പാസ് ചെയ്യുള്ളൂ? വാല്യൂ പാസ് ചെയ്ത് കൊടുക്കില്ല, അതിൻ്റെ ഒരു കോപ്പി മാത്രം എടുത്ത് പാസ് ചെയ്ത് കൊടുക്കും. പക്ഷേ പാസ് ബൈ റെഫറൻസ് ആണെങ്കിലോ ആക്ച്വൽ വാല്യൂ തന്നെ നമ്മളത് പാസ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്കിനകത്ത് എനിക്ക് 2 വാല്യൂസ്, ഇപ്പോൾ എക്കകത്ത് 50 രൂപയും ബിക്കകത്ത് 50 രൂപയും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പാസ് ബൈ വാല്യൂ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എയിൽ നിന്ന് 50 എടുത്തുകൊണ്ട് പോയി ബിയിൽ നിന്ന് 50 എടുത്തുകൊണ്ട് പോയി മാറ്റം വരുത്തിയാലും പക്ഷേ വാല്യൂ അങ്ങനെ തന്നെ ഇരിക്കും, വേറെ ചേഞ്ച് ഒന്നും വരത്തില്ല. കോപ്പി എടുത്തിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂഷൻ നടത്തുക. അതുകൊണ്ട് തന്നെ ഒറിജിനൽ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരത്തില്ല. പക്ഷേ പാസ് ബൈ റെഫറൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ വാല്യൂ തന്നെ നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള ആക്ച്വൽ വാല്യൂ മാറി തന്നെ പോകും. ഇത് നിങ്ങൾ കോൺസെപ്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കും മക്കളെ. കാരണം 2-3 പ്രോഗ്രാംസ് ചെയ്ത് ആ സാധനത്തിലേക്ക് എത്താന്നല്ലാതെ ഒറ്റ സെറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്ത് നോക്കാൻ പറ്റില്ല. ചെയ്ത് നോക്കി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എത്തിക്കാനുള്ള ഇതല്ല, ഇത്തിരി വലിയ കോൺസെപ്റ്റാണ്. നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, ഫംഗ്ഷനകത്ത് വാല്യൂസ് പാസ് ചെയ്യാൻ 2 ടെക്നിക്സ് എനിക്ക് യൂസ് ചെയ്യാം. അത് കുഴപ്പമില്ലല്ലോ. ആ 2 ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ഒന്നിൻ്റെ പേര് പാസ് ബൈ വാല്യൂ എന്നാണ്, ഒന്നിൻ്റെ പേര് പാസ് ബൈ റെഫറൻസ് എന്നാണ്. പാസ് ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് വാല്യൂ ആണോ നമ്മുടെ കയ്യിലുള്ള അതിൻ്റെ ഒരു കോപ്പിയാണ് നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള വാല്യൂവിന് ചേഞ്ച് ഒന്നും വരില്ല. പക്ഷേ പാസ് ബൈ റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അഡ്രസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എവിടെയാണോ ആ വാല്യൂ ഇരിക്കുന്നത് അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പി അല്ല, ഒറിജിനൽ വാല്യൂ തന്നെ മാറിപ്പോകും. ഈ തിയറി ഓർത്ത് വയ്ക്കാമല്ലോ കുട്ടികളെ, അത് കുഴപ്പമില്ലല്ലോ. ആം ഐ ക്ലിയർ ടു യു? ആ തിയറി ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ? പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസിൻ്റെയും. കാരണം അത് വെച്ചായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യേണ്ടി വരിക.
ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്. പാസ് ബൈ വാല്യൂ ആണെങ്കിൽ നമ്മളൊരു കോപ്പിയാണ് യൂസറിന് യൂസ് ചെയ്യാനായിട്ടോ പ്രോസസ്സ് ചെയ്യാനോ കൊടുക്കുക. പാസ് ബൈ റെഫറൻസ് ആണെങ്കിലോ ആക്ച്വൽ വാല്യൂ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കും. സോ കീപ്പ് ഇൻ മൈൻഡ്, പാസ് ബൈ വാല്യൂ മീൻസ് വാല്യൂവിൻ്റെ കോപ്പി നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. പാസ് ബൈ റെഫറൻസ് മീൻസ് ആക്ച്വൽ വാല്യൂ തന്നെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. വേണമെങ്കിൽ നിങ്ങളുടെ നോട്ടിനകത്ത് ഈ 2 സാധനങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഗീവ് എ ഹെഡിങ് ആസ് പാസ് ബൈ വാല്യൂ. ആർ യു കമ്മിങ് വിത്ത് മീ? എഴുതുകയാണോ? പാസ് ബൈ വാല്യൂ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ പറയുന്ന ഡയലോഗ് ഒന്ന് എഴുതിക്കോ. എ കോപ്പി ഓഫ് ദ പാരാമീറ്റർ ഈസ് പാസ്ഡ് എന്നൊരു ഡയലോഗ് എഴുതുക. എ കോപ്പി ഓഫ് ദ പാരാമീറ്റർ ഈസ് പാസ്ഡ്. അതിന് താഴെ ഒരു ഹെഡിങ് കൊടുക്കുക, പാസ് ബൈ റെഫറൻസ്. ദ ആക്ച്വൽ പാരാമീറ്റർ ഈസ് പാസ്ഡ്. പാസ് ബൈ റെഫറൻസ് എന്ന ഹെഡിങ് കൊടുക്കുക. ദ ആക്ച്വൽ പാരാമീറ്റർ ഈസ് പാസ്ഡ് എന്ന് കൊടുക്കുക. കുഴപ്പമുണ്ടോ കുട്ടികളെ? ഇതായിരുന്നു. Can I continue? Yes, sir. Yes. പറഞ്ഞോ മക്കളെ, സംശയമുണ്ടോ? ഭാരതിപ്രിയ കണ്ടിന്യൂ ചെയ്യാമെന്നാണോ പറഞ്ഞത്? യെസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കോൺസെപ്റ്റിൽ നമ്മൾ ആദ്യം മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താന്ന് പറഞ്ഞു, ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു, ഫംഗ്ഷന് 3 ഫേസ് ഓഫ് ഡിക്ലറേഷൻ്റെ കഥ പറഞ്ഞു, ഫംഗ്ഷൻ എഴുതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്ത് പറഞ്ഞു ഫംഗ്ഷൻ 2 രീതിയിൽ നിങ്ങൾക്ക് വാല്യൂസ് പാസ് ചെയ്യാം. ഒന്ന് പാസ് ബൈ വാല്യൂ, അതായത് ഒരു കോപ്പിയാണ് പാസ് ചെയ്ത് കൊടുക്കുക. 2 പാസ് ബൈ റെഫറൻസ്, അതായത് ആക്ച്വൽ വാല്യൂ തന്നെ അതുപോലെ അങ്ങ് പാസ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കേണ്ട ഒരു കാറ്റഗറിയാണ് പല ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതായത് ഒരു നമ്മൾ പറയില്ലേ 2 കൈയുള്ളത്, 1 കൈയുള്ളത്, അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ഡിഫൈൻ ചെയ്ത 2 പാരാമീറ്റർ, അങ്ങനെ കാറ്റഗറി. അതിനകത്ത് ഒരു 5 കാറ്റഗറിയാണ് നിങ്ങൾക്ക് പറഞ്ഞു പോകാം. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി പറയുന്ന പേരാണ് ഫംഗ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂസ്. ഈ എല്ലാ എക്സാമ്പിൾസും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇത് നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ട് കൊടുത്ത ഫംഗ്ഷനാണ്. ഇതിനെന്തില്ല? ആർഗ്യുമെന്റും ഇല്ല, റിട്ടേൺ വാല്യൂ ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെ ഈ പാരാന്തസിനകത്ത് ഒരു വാല്യൂ ഇല്ല, റിട്ടേൺ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തില്ല. അത് ഒരു കാറ്റഗറി. ഫംഗ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂസ്. സെക്കൻഡ് കാറ്റഗറി എന്താണ്? ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂസ്. അതാ നോക്കിയേ, പാരാന്തസിനകത്ത് വാല്യൂസ് ഉണ്ട്, അതായത് ആർഗ്യുമെന്റ്സ് ഉണ്ട്, പക്ഷേ എന്തില്ല? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ല. അത് രണ്ടാമത്തെ കാറ്റഗറി. സോ ഫസ്റ്റ് വൺ ഫംഗ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂസ്. സെക്കൻഡ് വൺ ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂസ്. ഇനി മൂന്നാമത്താണ് ഫംഗ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെന്റ്സ് ബട്ട് എ റിട്ടേൺ വാല്യൂ. ഇതിന് ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല, പക്ഷേ ഒരു റിട്ടേൺ വാല്യൂ ഉണ്ട്. ഓക്കെ, ആർഗ്യുമെന്റ്സ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല, റിട്ടേൺ വാല്യൂസ്. ഇനി അടുത്ത കാറ്റഗറി ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് 1 റിട്ടേൺ വാല്യൂ. മക്കളെ, നിങ്ങൾ PDF കാണുന്നുണ്ടല്ലോ അല്ലേ? ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് 1 റിട്ടേൺ വാല്യൂ. ഒന്ന് നോക്കിയേ, അടുത്ത കാറ്റഗറി. ഇതിനകത്ത് ഇവിടെ ആർഗ്യുമെന്റ് ഉണ്ട്, ഒരൊറ്റ റിട്ടേൺ വാല്യൂ ഉണ്ട്. റിട്ടേൺ ഇവിടെ എയും ബിയും ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു, അതിനെ ആഡ് ചെയ്ത് തിരിച്ചയക്കാൻ പറയുന്നു. ഇനി ലാസ്റ്റ് വൺ ഫംഗ്ഷൻസ് ദാറ്റ് ഹാവ് മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ്. അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇതിനകത്ത് ഇതാ കണ്ടോ, കണ്ടീഷൻസ് സ്പെസിഫൈ ആണ്. നമ്പർ മോഡുലസ് 2 = 0 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ 0. ഇതിനകത്ത് 2 റിട്ടേൺ വാല്യൂസ് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കാറ്റഗറി. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് നോക്കി പോയാൽ മതി. പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ചോയ്സ് വൈസ് ക്വസ്റ്റ്യൻ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലത്തെ വന്നേക്കാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമുക്ക് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഒരു 5 കാറ്റഗറി നമുക്ക് മെൻഷൻ ചെയ്യാം. ഫംഗ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂ. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നിടത്ത് പരാന്തസിനകത്ത് ബ്രാക്കറ്റിനകത്ത് ഒന്നുമില്ല, ഒരു സാധനവും കാണാനില്ല, അകത്ത് റിട്ടേൺ വാല്യൂ ഇല്ലെങ്കിൽ ഈ കാറ്റഗറി. വിത്ത് ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുമ്പോൾ റിട്ടേൺ വാല്യൂ ഇല്ല, പക്ഷേ അതിനകത്ത് ആ പരാന്തസിനകത്ത് വാല്യൂസ് ഉണ്ട്. നോ ആർഗ്യുമെന്റ്സ് ബട്ട് എ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ പരാന്തസിനകത്ത് വാല്യൂസ് ഒന്നുമില്ല, പക്ഷേ ഒരു റിട്ടേൺ വാല്യൂ ഉണ്ടാവും. വിത്ത് ആർഗ്യുമെന്റ്സ് 1 റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാലോ പരാന്തസിനകത്ത് റിട്ടേൺ വാല്യൂസും ഉണ്ടാവും, ഒരു റിട്ടേൺ മെത്തേഡും ഉണ്ടാവും. അതായത് ഇതിനകത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് ഉണ്ടാവും, ഒരു റിട്ടേൺ ടൈപ്പും ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് വൺ മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ്. അതായത് പാരാമീറ്റർ ഇതിനകത്തൊന്നും കൊടുക്കാനൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഇഷ്ടംപോലെ റിട്ടേൺ വാല്യൂ ഉള്ള ടൈപ്പ്. ഇതാണ് നമ്മൾ ഫംഗ്ഷനിൽ പറയുന്ന കാറ്റഗറീസ്. ഇത് ആക്ച്വലി നിങ്ങൾ നോക്കി വിട്ടാൽ മതി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ വൈസ് ചോദിക്കണമെങ്കിൽ എക്സാമ്പിളിലോ ഏതെങ്കിലും ഒരു ചോയ്സിലോ ചിലപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണെന്നൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം.
ഫോർ എക്സാമ്പിൾ റിട്ടേൺ ടൈപ്പ് ഉള്ളതും റിട്ടേൺ വാല്യൂ ഉള്ളതും അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഉള്ളതും അങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം ചോദിക്കുകയാണ് ഈ പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ ഏത് കാറ്റഗറിയിൽ വരും? നോ ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂ ആണോ, ആർഗ്യുമെന്റ്സ് വിത്ത് 1 റിട്ടേൺ വാല്യൂ ആണോ, ആർഗ്യുമെന്റ്സ് വിത്ത് നോ റിട്ടേൺ വാല്യൂ ആണോ, മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂ ആണോ, അങ്ങനെ എന്തെങ്കിലും ചോയ്സ് എന്ന് ചോദിക്കാം. അതുപോലത്തെ കാറ്റഗറിക്ക് നിങ്ങൾക്ക് നോക്കി വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ടൈപ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അടുത്ത് നമ്മൾ പഠിക്കുന്ന സംഭവമാണ്, ഇതൊക്കെ പ്രോഗ്രാംസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാവേ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവും, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചിലപ്പോൾ ട്രോള് കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഈ മല്ലു സിംഗ് സിനിമയ്ക്കകത്ത് സുരാജ് ഇങ്ങനെ സുചീര എന്തോ എന്ന് വിളിക്കുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? ആരെങ്കിലും? യെസ്. അത് എന്താ ചെയ്യുക? ആക്ച്വലി അവൻ തന്നെ പേര് വിളിച്ചതിന് ശേഷം അവൻ തന്നെ അതിനകത്ത് റെസ്പോൺസ് കൊടുക്കുക. അതായത് സുശീല എന്ന് പേര് വിളിച്ചിട്ട് അവൻ തന്നെ അത് കേട്ട് പോവാണ്. ഇതേപോലെ ഫംഗ്ഷനകത്ത് വരുന്ന എക്സിക്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയാം? റിക്കേഷൻ എന്ന് പറയാം. നിങ്ങൾ എഴുതി വെക്കുന്ന ഫംഗ്ഷൻ തന്നെ അവനെ കോൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ തന്നെ എന്നെ ഒന്നുകൂടെ വിളിക്കുകയാണെങ്കിൽ ആ കോൺസെപ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയാം? റിക്കേഴ്സീവ് എക്സിക്യൂഷൻ എന്ന് പറയാം. റിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ആ കോൺസെപ്റ്റാണ്. ആ റിക്കേഷൻ വരുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്തെന്ന് പറയാം? റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് നിങ്ങൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുട്ടികളെ? വാട്ട് ഈസ് എ ഫാക്ടോറിയൽ ഓഫ് 5? 5 into 4 into 3 into 2 into 1. Am I right? യെസ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 120 എന്ന് ആൻസർ കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് ഫാക്ടോറിയൽ ഉണ്ട്. ഇപ്പം ഞാൻ ഇതിൽ കിടക്കുന്ന എക്സാമ്പിൾ ആയതുകൊണ്ട് ഫാക്ടോറിയൽ തന്നെ പറഞ്ഞതേ ഉള്ളൂ. സാധാരണ നിങ്ങളൊരു ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കാം, സി പ്രോഗ്രാം ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഇതാണ്ടോ സി പ്രോഗ്രാം. നിങ്ങൾക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? കുറച്ച് കോംപ്ലക്സ് ആയി കൊടുത്ത് വെച്ചിട്ടുണ്ട്, എളുപ്പമുള്ള സാധനം കാണിച്ചു തരാം. എനിവേ, നിങ്ങൾ ഈ എൽസ് പാർട്ട് മാത്രം നോക്കിയാൽ മതി. ലൂപ്പൊക്കെ പഠിച്ചില്ലേ മക്കളെ? ഐട്രേഷൻ ലൂപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? യെസ്. ഈ ലൂപ്പിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 5ന്റെ ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കണമെങ്കിൽ i = 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് n വരെ കൊടുക്കുക, i ഇൻക്രിമെന്റ് കൊടുക്കുക, ഫാക്ട് = ഫാക്ട് × i എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ പ്രാവശ്യം ലൂപ്പ് കൂടുന്തോറും അവ ആദ്യം 5 × 4 ചെയ്യും, 5 × 4 ചെയ്ത ചാൻസറിന്റെ കൂടെ അടുത്ത് 5 × 3 ചെയ്യും, അല്ലെങ്കിൽ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം 1 × 2 ചെയ്യും, അത് സ്റ്റോർ ചെയ്യും, 1 × 3 ചെയ്യും, അത് സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്ത് പിന്നെ അടുത്ത മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻ ഇഫക്റ്റ് നമുക്ക് 1 × 2 × 3 × 4 × 5 എന്ന് ചെയ്ത ആൻസർ കിട്ടും. കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിക്കേഷൻ ആകുമ്പോൾ ഇതൊന്നും മാറും. റിക്കേഷനകത്ത് നമ്മൾ ഇവനെ കോൾ ചെയ്യുന്ന രീതി മാറും. ആ പ്രോഗ്രാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനകത്ത് റിക്കേഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ഫാക്ടോറിയൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. റിക്കേഷൻ എന്ന കോൺസെപ്റ്റ് തന്നെ നമ്മുടെ ഫംഗ്ഷനെ തന്നെ നമ്മൾ വീണ്ടും കോൾ ചെയ്യുന്നതിനാണ് റിക്കേഷൻ എന്ന് പറയാം. അങ്ങനെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനൊക്കെ പറയുന്ന പേരാണ് റിക്കർസീവ് ഫംഗ്ഷൻ. ഇതാ നോക്കൂ കുട്ടികളെ, സാധാരണ നമ്മളൊരു ലൂപ്പ് യൂസ് ചെയ്ത് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്താണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. 5 ലൂപ്പ് യൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഫാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. അതാ കണ്ടോ, നമ്മളൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് ഫാക്ടോറിയൽ എന്ന വാല്യൂ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഫാക്ടിനെ തന്നെ നമ്മൾ വീണ്ടും കോൾ ചെയ്യും. ഈ ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് റിക്കേഷൻ. ആ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഡിഡ് ഐ നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ? ആർക്കെങ്കിലും മനസ്സിലായോ? നിങ്ങൾ മറ്റേ സുശീലന്റെ കാര്യം ആലോചിച്ചാൽ മതി, അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ തന്നെ എന്നെ കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നെങ്കിൽ ആ കോൺസെപ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയാം? റിക്കേഷൻ എന്ന് പറയാം. നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ആ ഫംഗ്ഷനകത്ത് തന്നെ കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. കുഴപ്പമുണ്ടോ? കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ? ഒറ്റയടിക്ക് ഇന്ന് തന്നെ എക്സിക്യൂഷൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഇത് അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് അല്ല റിക്കേഴ്സീവ് ഫംഗ്ഷൻ. അതുവരെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ റിക്കേഴ്സീവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചെറുതായിട്ട് ഞാൻ പറഞ്ഞൊരു ഐഡിയ നിങ്ങൾ മനസ്സിലാവുന്നു മക്കളെ? ഒരു ഫംഗ്ഷൻ തന്നെ അവനെ കോൾ ചെയ്യുന്നതിനെ കോൺസെപ്റ്റിനാണ് നമ്മൾ റിക്കേഷൻ എന്ന് പറയുക. ആ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഹലോ, എന്തെങ്കിലും പറയോ? സംഭവം എന്താണെന്ന് ആ ഒരു തിയറട്ടിക്കൽ ഐഡിയ കിട്ടിയല്ലോ. സച്ചിൻ, ലിനോവോ, അതുല്യ, നിരഞ്ജന, ഹൃദ്യ. ഓക്കെ മക്കളെ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്ന കോൺസെപ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് റിക്കേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഒരു കോൺസെപ്റ്റ് കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് തരാം.
ഇത് പ്രോഗ്രാംസ് ഞാൻ ഇതിനകത്ത് ഓരോ എക്സാമ്പിളും കൊടുത്തിട്ടുള്ള സാധനങ്ങൾ, ഐ മീൻ ഞാൻ കൊടുത്തതല്ല, ആ കോഡിലുള്ള ആ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി നമുക്ക് ഫംഗ്ഷനകത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സിലേക്ക് പോകാം. അത് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതിലൂടെ ഒന്ന് തിരിച്ചു വന്നിട്ട് ഈ 2 കോൺസെപ്റ്റിലേക്ക് പോകാം. അതുവരെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഒരു ക്ലാസ് കൂടി എടുത്തിട്ട് ഞാൻ സ്ട്രക്ചർ എന്നൊരു സാധനമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വഴി എന്നെ അറിയിച്ചാൽ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ഫോർ യു ഇൻ പേഴ്സൺ ഓർ ത്രൂ വാട്സാപ്പ്. നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് എന്തായിരുന്നു? നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ആദ്യം നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കി. അതിനുശേഷം മോഡുലാർ പ്രോഗ്രാമിംഗ് ചെയ്തതിന് ശേഷം അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷനാലിറ്റി കോൺസെപ്റ്റിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്തു? മോഡുലാർ കോൺസെപ്റ്റിനകത്ത് ഫംഗ്ഷൻ എന്നൊരു സാധനം യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ളൊരു ഫംഗ്ഷൻ എഴുതി. അതിനുശേഷം ആ ഫംഗ്ഷനെ 3 രീതിയിൽ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന ഒരു സാധനത്തിലേക്ക് എത്തി. ആ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന 2 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നതും ഒന്ന് നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുന്നതും. അഡ്രസ്സ് പാസ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തില്ല. വാല്യൂ പാസ് ചെയ്യുന്നത് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് നോക്കി. അഡ്രസ്സ് പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ, ഐ മീൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം? പോയിന്റേഴ്സ് പഠിക്കണം. അത് നിങ്ങൾ 5th മൊഡ്യൂളിൽ റാണ മിസ് ആ ക്ലാസ് എടുക്കും. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ് ബൈ റെഫറൻസ് എന്താണെന്ന് മനസ്സിലാവും. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് നേരത്തെ വാല്യൂസ് പാസ് ചെയ്ത പ്രോഗ്രാംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വാല്യൂ പാസ് ചെയ്യാൻ പറ്റി. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇതിപ്പം ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാമാണ്. ഞാൻ അല്ലാത്തൊരു പ്രോഗ്രാം കാണിച്ചു തരാം. നോർമൽ റിട്ടേണിൻ്റെ ഒരു പ്രോഗ്രാം. സേ ഫോർ എക്സാമ്പിൾ സ്വാപ്പിന് നേരത്തെ കാണിച്ചതാണല്ലോ. അതിനകത്ത് കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു പോയാൽ ദാറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ഫോർ യു ടു അറ്റൻഡ് ദ എക്സാം വെരി ഈസി. ട്രൈ ചെയ്യൂ, ബാക്കി അപ്പോൺ യു. നോക്കൂ മക്കളെ, ഈ എക്സാമ്പിൾ നമ്മളൊന്ന് നോക്കുകയാണ്. ഇതിനകത്ത് ആക്ച്വലി ഒരു പാസ് ബൈ വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ സ്വാപ്പ് ഓഫ് XY എന്ന് കോൾ ചെയ്യുന്ന സമയത്ത് ഈ എക്സും വൈയും എങ്ങോട്ട് പാസ്സാവും? ഈ ഇൻഡിജർ ടൈപ്പുള്ള സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് പാസ്സാവും. ഇങ്ങനെ പാസ്സാവുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി ഇതിനകത്ത് ഒരു വാല്യൂ മാത്രമാണ് പാസ് ചെയ്തത്. ദാറ്റ് മീൻസ് എക്സിന് 10 എന്നും വൈക്ക് 20 എന്നും 2 വാല്യൂ ഉണ്ടെങ്കിൽ ഈ വാല്യൂ മാത്രമാണ് നമ്മൾ പാസ് ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അരേ എങ്ങനെ പാസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, എന്താണ് അരേ? ആരെങ്കിലും പറഞ്ഞുതരാമോ? രാവിലെ ആരോ പറഞ്ഞു ഹോമോജീനിയസ് ആയിട്ടുള്ള എലമെന്റ്സ്, ഡേറ്റ ടൈപ്സ് ഉള്ള എലമെന്റ്സിനെ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിനാണ് അരേ എന്ന് പറഞ്ഞു. ഡിഡ് യു റിമെമ്പർ ദാറ്റ്? എല്ലാവരും നോക്കിയായിരുന്നോ? ആരും പറയില്ലേ? അവിടെ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. നിങ്ങൾ അങ്ങനെ അരേ എന്നൊരു ടേം എങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് പറഞ്ഞു തന്നാൽ മതി. ഉണ്ട്. അപ്പൊ അരേ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു വാല്യൂ പറയുന്നത് പോലെ അല്ല, ഒരു കളക്ഷൻ ഓഫ് വാല്യൂസ് നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അരേ. അപ്പോൾ നമ്മൾ അതിനകത്ത്, നിങ്ങളിപ്പോൾ ഇന്നലെ സോണി മിസ് പഠിപ്പിച്ച സമയത്ത് അരയിൽ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ സോർട്ടിങ്, ബബിൾ ഷോട്ട് എന്നൊരു സാധനമൊക്കെ നിങ്ങൾക്ക് നോട്ടായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഇതിൽ കണ്ടു, ഗ്രൂപ്പിൽ കണ്ടു. നിങ്ങൾ നോക്കിയോന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ബബിൾ ഷോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ബബിൾ ഷോട്ടിനകത്ത് നമ്മളിപ്പോൾ 2-3 നമ്പേഴ്സ് എനിക്കുണ്ടെങ്കിൽ, സോർട്ട് എന്ന ടേമിന്റെ മീനിങ് എന്താ? അടുക്കി പറക്കി എടുക്കുക. അപ്പോൾ അടുക്കി പറക്കി എടുക്കുമ്പോൾ എനിക്ക് അസെൻഡിങ് ആയിട്ടോ ഡിസെൻഡിങ് ആയിട്ടോ എനിക്ക് മെൻഷൻ ചെയ്യാം. അതായത് കുറച്ച് നമ്പേഴ്സ് ഞാനിപ്പം 5, 6, 10, 23, 77 എന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ അസെൻഡിങ് ഓർഡറിലൊന്ന് സോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചെറുതെന്ന് വലുതിലോട്ട് എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് സോർട്ടിങ് എന്നൊരു സാധനമാണ്. സോർട്ടിങ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിനകത്തൊരു അരേ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു കളക്ഷൻ ഓഫ് എലമെന്റ്സ് എടുത്താലല്ലേ എനിക്ക് അരേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു വാല്യൂ മാത്രം പാസ് ചെയ്യാനാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫംഗ്ഷനകത്തൂടെ ഒരു അരേ ആസ് എ ഹോൾ, മൊത്തം ഒരു അരേ എങ്ങനെ പാസ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. പക്ഷെ അത് പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് റൂൾസ് പഠിക്കണം. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ദ ഫംഗ്ഷൻ മസ്റ്റ് ബി കോൾഡ് ബൈ പാസിംഗ് ഓൺലി ദ നെയിം ഓഫ് ദ അരേ. ഒരു അരേ എന്ന റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് സാധാരണ ഞാൻ 2 വേരിയബിൾസ് റെപ്രസെൻറ്റേഷൻ പറയാം. ഇതിൽ ഏതാണ് വേരിയബിൾ, ഏതാണ് അരേ എന്ന് നിങ്ങൾ പറഞ്ഞുതരണം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻഡ് എ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ ഞാൻ എങ്ങനെയും കൊടുക്കുന്നുണ്ട്, ഇൻഡ് എ ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ്സും കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് അരേ റെപ്രസെൻറ്റേഷൻ, ഏതാണ് വേരിയബിൾ റെപ്രസെൻറ്റേഷൻ? രണ്ടാമത്തത് അരയും ആദ്യത്തത് വേരിയബിൾ റെപ്രസെൻറ്റേഷൻ. ക്ലിയർ? അതേ സാധനമാണ് നമ്മളിവിടെ റൂളിൽ പറയാൻ പോകുന്നത്. ദ ഫംഗ്ഷൻ മസ്റ്റ് ബി കോൾഡ് ബൈ പാസിംഗ് ഓൺലി ദ നെയിം ഓഫ് ദ അരേ.
ഫംഗ്ഷൻ വിളിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് മാത്രമേ കൊടുക്കാവൂ? അരയുടെ പേര് മാത്രമേ കൊടുക്കാവൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ സോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കൊടുക്കുകയാണ്. ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം റൂൾ എന്തായാലും വായിക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് 3 റൂളുകൾ നോക്കണം. ഫംഗ്ഷൻ മസ്റ്റ് ബി കോൾഡ് ബൈ പാസിംഗ് വള്ളി ദ നെയിം ഓഫ് ദ അറേ. ഫംഗ്ഷൻ വിളിക്കുന്ന സ്ഥലത്ത് പേര് മാത്രമേ ഞാൻ പാസ് ചെയ്യാവൂ. ഫംഗ്ഷന്റെ ഡെഫിനിഷനകത്ത് ഫോർമൽ പാരാമീറ്റർ മസ്റ്റ് ബി അറേ ടൈപ്പ്. അവിടെ സൈസ് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഫോർമൽ പാരാമീറ്റർ മസ്റ്റ് ബി ആൻ അറേ ടൈപ്പ്. ദ സൈസ് ഓഫ് ദ അറേ ഡസ് നോട്ട് നീഡ് ടു ബി സ്പെസിഫൈഡ്. അതായത് എവിടെയാണോ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അവിടെ അറേ പറഞ്ഞാൽ മനസ്സിലാവും. എങ്ങനെ കൊടുത്താൽ മതിയാവും? ഇങ്ങനെ എ എന്നാണ് അരയുടെ പേരെങ്കിൽ എ എന്ന് കൊടുത്ത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ടാൽ മതിയാവും. നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എത്ര സൈസ് ഉണ്ടെന്ന് അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മസ്റ്റ് ഷോ ദ ആർഗ്യുമെന്റ് ഈസ് എൻ അറേ. ആർഗ്യുമെന്റ് അറേ ആണെന്ന് അറിയിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് അതിനകത്ത് ഉണ്ടാവും. ഇത് റൂൾസ് ആണ്. ഞാൻ ഇതൊരു പ്രോഗ്രാം വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത്ര കിടിലമായിട്ട് അങ്ങ് മനസ്സിലാവില്ല, പക്ഷെ എന്നാലും ഞാൻ സാധനം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എല്ലാം കണക്ട് ചെയ്ത് ഞാനൊരു പ്രോഗ്രാം ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കോൺസെപ്റ്റ് എല്ലാം നമ്മൾ പാസ് ചെയ്തത് വാല്യൂ ആണ്. ഇൻഡിവിജ്വലി ഒരു വേരിയബിൾ ആണ് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന ഒരു അരയാണ്. അരേ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂസർ അവന്റെ മെയിൻ ഫംഗ്ഷൻ വഴി കുറച്ച് അരേ കുറച്ച് എലമെന്റ്സ് ഗെറ്റ് ചെയ്യണം. ആ എലമെന്റ്സ് ബബിൾ സോർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോർട്ട് ചെയ്തെടുക്കണം. നോക്കൂ കുട്ടികളെ, ഇവിടെ ഞാൻ എന്താ നോക്കിയേ, മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു അരേ ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു, 30 സൈസ് കൊടുത്തു, 2 വേരിയബിൾസ് കൊടുത്തു, എന്നിട്ട് ലിമിറ്റ് ഞാൻ യൂസറിൽ നിന്ന് വാങ്ങിച്ചു. ആ ലിമിറ്റ് എന്താണ്? 5 ആണ് ലിമിറ്റ്. 5 എന്ന് ലിമിറ്റ് വാങ്ങുമ്പോൾ ഈ 5 എലമെന്റ്സും അരയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അരേ വേരിയബിൾ പോലെയല്ല, ഒറ്റ വാല്യൂ അല്ല, നമുക്ക് കളക്ഷൻ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് for i = 0 i <n കൊടുത്ത് ഓരോ വാല്യൂ ആയിട്ട് ഗെറ്റ് ചെയ്യും. അപ്പോൾ 5 വാല്യൂസ് ആണ് ഞാൻ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ഈ 5 വാല്യൂ എവിടെ കിട്ടും? ഈ അരേക്കകത്ത് കിട്ടും. ഇനി ഈ അരേ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ റൂള്, വെറുതെ സോർട്ട് ഓഫ് a, n, അതായത് എത്ര വാല്യൂസ് ഉണ്ട്, ഏതാണ് അരേ, ഇത് മാത്രം പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ 2 സാധനം ഇവിടുന്ന് സോർട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊരു അരേ തന്നെ, സെറ്റ് ഓഫ് എലമെന്റ്സ് തന്നെ എങ്ങോട്ട് പോകും? ഈ സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലോട്ട് പോകും. ഇവിടെ ഗെറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡ് എ കൊടുക്കണം. ഇവിടെ ഇൻഡ് എക്കകത്ത് ഇങ്ങനെ സൈസ് പറയണമെന്നില്ല, പക്ഷെ ഇങ്ങനെ തന്നെ പറയണം. അതാണ് രണ്ടാമത്തെ റൂള്. അപ്പോൾ ഈ അരേ എലമെന്റ്സ് എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും. സോർട്ടിനകത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യും. അതിനുശേഷം ഇവിടെ കോൾ ചെയ്ത സ്ഥാനത്ത് സോർട്ടഡ് അരേ അങ്ങ് പ്രിന്റ് ചെയ്യും. വളരെ എളുപ്പമുള്ള ഒരു സാധനമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ റൂൾസ് എങ്കിലും മനസ്സിൽ ഓർത്ത് വെക്കുക. അരേ പാസ് ചെയ്യുന്ന സമയത്ത് കോൾ ചെയ്യുന്ന സ്ഥാനത്ത് അരയുടെ പേര് മാത്രം വെച്ച് പാസ് ചെയ്താൽ മതി. ഗെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അരേ ഏതാണ് ഇങ്ങനെ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്ത് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അരേ കിട്ടും. വേണമെങ്കിൽ ഈ പ്രോഗ്രാം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം സോർട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ കോപ്പി ചെയ്യാണ്. എന്നിട്ട് എക്സിക്യൂഷനകത്ത് ഈ കമ്പൈലറിൽ നമ്മൾ ഈ പ്രോഗ്രാം കൊടുക്കുന്നു. അപ്പോൾ സാധാരണ എങ്ങനെ സംഭവിക്കണം? സോർട്ട് ചെയ്യുന്ന സാധനം ഇവിടുന്ന് കോൾ ചെയ്ത് നമ്മുടെ എക്സിക്യൂഷനിൽ അരേ പോയിട്ട് കിട്ടണം. ഇവിടെ അവൻ ചോദിച്ചു, ഞാനത് റൺ കൊടുത്തു. റൺ കൊടുക്കുന്ന സമയത്ത് അവൻ പറയും ലിമിറ്റ് എൻ്റർ ചെയ്യാൻ പറയും. ഞാൻ 5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഓർഡർ എല്ലാം മാറ്റി കൊടുക്കുകയാണേ. 5, 3, 2, 1, 4. വേണ്ട, സോർട്ടഡ് അരേ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ആണ് അവർ റിട്ടേൺ ചെയ്തത്. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത്? നിങ്ങൾ ഇന്നലെ പഠിച്ച ബബിൾ സോർട്ടിൻ്റെ യൂസ് ചെയ്ത് ഇവിടെ നിന്ന് അരേ വാല്യൂസ് വാങ്ങി, എന്നിട്ട് അവനെ എങ്ങോട്ട് പാസ് ചെയ്തു? സോർട്ട് ഓഫ് a, n കൊടുത്ത് ഇത് ഇങ്ങോട്ട് പാസ് ചെയ്തു. അപ്പോൾ a, n ഇവിടെ കിട്ടി. ഇതിനകത്ത് ഇത് കണ്ട a(j) a(j+1) ആണെങ്കിൽ ഇത് സോർട്ടഡ് അരേ ഇങ്ങനെ വരും. എന്തായിട്ട് വരും? അസെൻഡിങ് ഓർഡർ വരും. ഈ സാധനം ജസ്റ്റ് നിങ്ങൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. തിരിച്ച് വാല്യൂസ് എടുക്കാൻ പറഞ്ഞാൽ മതി. അവൻ ഡിസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്ത് തരും. അവിടെ ഉള്ളൂ ബബിൾ സോർട്ടിൽ ആ ഒരു ഡിഫറൻസ് അവിടെ മാത്രമേ വരുള്ളൂ. 3, 2, 5. ഓക്കെ, 5, 4, 3, 2 ആണ്. ഇത്രയേ ഉള്ളൂ. ബബിൾ സോർട്ടിൽ അസെൻഡിങ് ഡിസെൻഡിങ് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പ്രോഗ്രാം വൈസ് ഇത്ര ചേഞ്ച് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എനിവേ, കോൺസെപ്റ്റ് ഇതാണ്. നമുക്ക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് പാസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ സാധനമാണ് പാസ് ബൈ അരേ. ആ അരേ വഴി പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഫംഗ്ഷൻ പാസ് ചെയ്യുന്ന സമയത്ത് കോളിങ്ങിനകത്ത് നെയിം മാത്രം മതിയാവും. ഡെഫിനിഷനകത്ത് റിസീവ് ചെയ്യുമ്പോൾ സൈസ് മെൻഷൻ ചെയ്യാതെ അരയുടെ ടൈപ്പ് കൊടുക്കണം. അരയുടെ പേരും ആ സ്ക്വയർ ബ്രാക്കറ്റ്സും കൊടുക്കണം. പ്രോട്ടോടൈപ്പിൽ ആർഗ്യുമെന്റ് ഷോ ചെയ്യും വേണം. ഈ 3 റൂളിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു അരേ നിങ്ങൾക്ക് പാരാമീറ്റർ ആയിട്ട് ഒരു ഫംഗ്ഷൻ, ഒരു സബ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ നിങ്ങൾ പഠിച്ച സമയത്ത് അരയുടെ കോൺസെപ്റ്റ് പഠിച്ച മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെട്രിക്സ് എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചാണ്. ആം ഐ റൈറ്റ്? കേട്ടായിരുന്ന കുട്ടികളെ? നിങ്ങളുടെ ക്ലാസ്സിനകത്ത് നിങ്ങൾ മെട്രിക്സ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടോ? ഉണ്ട് സാർ.
മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുവരെ പറഞ്ഞ കോൺസെപ്റ്റ്സ് എല്ലാം 1 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ മെട്രിക്സ് ആകുമ്പോൾ അത് എന്തായി മാറി? 2 ഡയമെൻഷണലായി. റോസ് ആൻഡ് കോളംസ് നിങ്ങൾക്ക് വന്നു. ഇതുവരെ റോസ് മാത്രമുള്ള സാധനങ്ങളിലായിരുന്നു നമ്മൾക്ക് അരേക്ക് യൂസ് ചെയ്തത്. റോസ് ആൻഡ് കോളംസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയാം? മെട്രിക്സ് എന്ന് പറയാം. ദാറ്റ് മീൻസ് 2 ഡയമെൻഷണൽ അരേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് പോകും. അങ്ങനെ ഒരു 2D അരേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നിങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് അടുത്ത എക്സാമ്പിൾ. ഇപ്പോൾ മെട്രിക്സ് റോ സൈസിലുള്ള ഒരു സാധനം നിങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യാം? പാസിംഗ് 2D അരേ ആസ് പാരാമീറ്റർ. ഈ നിങ്ങൾ 1D അരേ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ അരേ 1 ഡയമെൻഷണൽ അരേ പാസ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ഡയമെൻഷണൽ അരേ നിങ്ങൾക്ക് പാസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെ പാസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് അരയിലുള്ള ഇപ്പോൾ 3x3 വരുന്നത് 2D അരേ ഉണ്ടോ? 2D അരേ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ അരേ. ഇത് പാസ് ചെയ്യുന്ന സമയത്ത് ഇതാ കണ്ടോ? ഈ 2 സ്ക്വയർ ബ്രാക്കറ്റ് വരും. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വരും, 2 സ്ക്വയർ ബ്രാക്കറ്റ് വരും. മെട്രിക്സിനകത്ത് എങ്ങനെയാണ്? റോസ് മാത്രമല്ല കോളംസും വരും. എങ്ങനെയാണ് ഒരു മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുക? ഞാനിപ്പോൾ ഒരു 3x3 മെട്രിക്സ് ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും മക്കളെ? മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇതിലേതാണ് 1 ഡയമെൻഷണൽ അരേ, ഏതാണ് 2 ഡയമെൻഷണൽ അരേ? അല്ലെങ്കിൽ ഒന്നിന് മേലെ ഡയമെൻഷൻ വരുന്ന അരേ ഏതാണ്? ആദ്യത്തെ 1 ഡയമെൻഷനിലും രണ്ടാമത്തെ 2 ഡയമെൻഷൻ. രണ്ടാമത്തെ 2 ഡയമെൻഷനിലല്ല, 3x3 വരുന്നുണ്ട്. എന്തായാലും മോർ ദാൻ 1 ഡയമെൻഷൻ ആണ്. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ രണ്ടാമത്തെ 2 ഡയമെൻഷനിൽ വരുന്നതിന് എന്തൊക്കെ ഉണ്ട് മക്കളെ? റോസും ഉണ്ട്, കോളംസും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട സാധനം, ആദ്യം നമ്മൾ പാസ് ചെയ്തത് ഇതുപോലൊരു സംഭവമാണ്. 1D അരയാണ് നമ്മൾ പാസ് ചെയ്തത്. ഇപ്പം നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ 2D അരയാണ് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. 2 ഡയമെൻഷൻ എക്സും വൈയും ഉണ്ട്. ഈ 2 ഡയമെൻഷണൽ അരേ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാൻ പോകുന്നു? നമ്മുടെ പ്രോഗ്രാമിലൂടെ പാസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ആ പ്രോഗ്രാം എക്സാമ്പിൾ 2D അരേ ഇതാ കണ്ടോ? 2D അരേ എൻ്റെ ഓർഡറും കൊടുത്തതിന് ശേഷം ആ അരേ എലമെന്റ്സ് എല്ലാം കൂടെ സം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രോഗ്രാം. ഇതിൻ്റെ എക്സിക്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഈ സാധനം ഞാൻ നേരെ എവിടെ കൊണ്ടുപോകുന്നു? നമ്മുടെ കമ്പൈലറിലേക്ക് കൊണ്ടുപോകുന്നു. സോറി, ഞാൻ അതിൻ്റെ എക്സിക്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊന്ന് നോക്കിപ്പോ. നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം എന്തായിരുന്നു? 1 ഡയമെൻഷണൽ അരേ പാസ് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ നോക്കിയേ, യൂസറിൽ നിന്ന് നമ്മൾ 2 ഡയമെൻഷൻ വാങ്ങുകയാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അരേ എന്ന് പറയുന്നത് സിംഗിൾ ഡയമെൻഷൻ അല്ല, 2 ഡയമെൻഷണൽ അരയാണ്. ഓർഡർ അപ്പോൾ ആദ്യം എൻ്റർ ചെയ്യണം. 2x2 ആണോ, 3x3 ആണോ, 4x4 ആണോ, ആ സാധനം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഓർഡർ ഇപ്പോൾ കൊടുത്തത് 3x3 ആണെന്ന് വിചാരിക്കുക. നമുക്കിവിടെ റൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ എക്സിക്യൂഷനും കൂടെ ചെയ്തു പോകാം. ഈ 2 ഡയമെൻഷണൽ അരേ നമ്മൾ എക്സിക്യൂഷന് വേണ്ടി എടുക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അത് ആദ്യം എന്താണ്? ഓർഡർ ഓഫ് ദ മെട്രിക്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഓർഡർ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ, അവരുടെ. എനിവേ, ഞാൻ സംഭവം കഥ പറഞ്ഞു പോവാം. നേരത്തെ നിങ്ങൾ കൊടുത്തതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഓർഡർ ആദ്യം സ്പെസിഫൈ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ 3x3 എന്ന് വേണ്ടിയിട്ട് 3 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു ആദ്യത്തെ എലമെന്റ് എൻ്റർ ചെയ്യൂ. ഞാൻ കൊടുത്തു ഫസ്റ്റ് എലമെന്റ് 1, ദെൻ സെക്കൻഡ് എലമെന്റ് 2, തേർഡ് എലമെന്റ് 3, ഫോർത്ത് എലമെന്റ് 4, ഫിഫ്ത്ത് എലമെന്റ് 5, അടുത്ത എലമെന്റ് 6, 7, 8, 9. അപ്പോൾ ഇത്രയും എലമെന്റ്സ് നമുക്ക് യൂസറിന് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണ് ഈ സ്കാൻ ഓഫ് %d ആൻഡ് a ഓഫ് ij എന്ന് കൊടുക്കുമ്പോൾ 2 ലൂപ്പ് വേണേ, 2 വാല്യൂസ് ഉള്ളതുകൊണ്ട് റോയും കോളവും ഉള്ളതുകൊണ്ട് 2 ലൂപ്പ് വേണം. നിങ്ങൾ ഇന്നലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ നോക്കിയെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് ടീച്ചർ ഇത് അയച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കോൾ ചെയ്യുന്ന സ്ഥലത്ത് എന്ത് മാത്രം കൊടുത്താൽ മതി? പേരും നമ്മൾ ഓർഡറും പറഞ്ഞാൽ മതി. എമ്മും എന്നും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ എമ്മും എന്നും കൂടെ ഇവിടെ കൊടുത്തു. ആ എമ്മും എന്നും എവിടെ എത്തും? അരേ വാല്യൂസ് എല്ലാം ഇവിടെ എത്തും. ഞാൻ ഈ കൊടുത്ത 1 2 3 4 5 6 7 8 9 എല്ലാം ഇവിടെ എത്തും. അതിൻ്റെ കൂടെ എമ്മും എന്നും ഓർഡറും കൂടെ പാസ് ചെയ്തു. എന്നിട്ട് ലൂപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്തു? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഈ കിട്ടുന്ന ഓരോ വാല്യൂസ് ഇതെല്ലാം കൂടെ തമ്മിൽ ആഡ് ചെയ്യും. 17, 24, 30, 35, 39, 42, 44, 45 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സം ഇസ് ഈക്വൽ ടു 45. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ വേറെ ഒരു പ്രത്യേകതയില്ല. സിംഗിൾ ഡയമെൻഷണൽ അരേ പാസ് ചെയ്യുന്നത് പോലെ 2 ഡയമെൻഷണൽ അരേ നമ്മൾ പാസ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്ത കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും വരെയുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് നോട്ട് അയക്കാം. നിങ്ങൾ നോട്ടും അതിനോടുള്ള സിമിലർ പ്രോഗ്രാംസും ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ കമ്പയറുകളോ അല്ലാതെ നിങ്ങളെ സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ എനിക്ക് അയക്കുക. എൻ്റെ നമ്പർ അതിനകത്തുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ നമ്പർ എഴുതി വെച്ചോ, 9496814485. നിങ്ങൾക്ക് സംശയം ചോദിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ മക്കളെ. ഞാൻ നമ്പർ എഴുതാം. ക്ലാസ്സിലോ ഞാൻ ഔട്ട്സൈഡ് പുറത്തോ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ മെസ്സേജിന് പിന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. 9496814485.
ഓക്കെ, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ആയിട്ട് ഇട്ടാലും മതി, ഞാൻ റിപ്ലൈ തരാം പഠിച്ചു നോക്കുന്ന സമയത്ത്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് തിരിച്ചു വരാം. കുട്ടികളെല്ലാവരും ഉറങ്ങിപ്പോയില്ലല്ലോ അല്ലേ? അവിടെ ഉണ്ടല്ലോ അല്ലേ? യു ആർ ദെയർ റൈറ്റ്? യെസ് മക്കളെ, ഞാൻ ജസ്റ്റ് ഒരു റീക്യാപ്പ് പറയാം. നമ്മൾ ഇന്ന് നോക്കിയ സാധനങ്ങൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസിറ്റീസ് മൊത്തമുള്ള പ്രോഗ്രാം നമ്മൾ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എറർ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അതിനകത്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ 2 കാറ്റഗറീസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ്, അതായത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനും ഉണ്ട്, യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനും ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിന്റ്എഫ്, സ്കാൻഎഫ്, സ്ക്വയർ റൂട്ട്, strlen, അതൊക്കെ നമുക്ക് എന്താക്കി പറയാം, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഞാൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു ചക്കയെന്നോ മാങ്ങയെന്നോ തേങ്ങയെന്നോ ആഡെന്നോ സമ്മെന്നോ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ എക്സിക്യൂഷന് 3 ലെവൽ ഓഫ് എക്സിക്യൂഷൻ ഉണ്ട്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് പേര് കൊടുക്കുന്നു, അവൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു, അവനെ വിളിക്കുന്നു. അതിനുശേഷം അതിനകത്ത് നമ്മൾ പഠിച്ചൊരു സാധനമായിരുന്നു റിട്ടേൺ എന്നൊരു സ്റ്റേറ്റ്മെന്റ്. ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. 2 രീതിയിൽ നമുക്ക് ഫംഗ്ഷന് വാല്യൂസ് പാസ് ചെയ്യാം. പാസ് ബൈ വാല്യൂ ഉണ്ട്, പാസ് ബൈ റെഫറൻസ് ഉണ്ട്. പാസ് ബൈ വാല്യൂ ആണെങ്കിൽ ഒരു കോപ്പി അയച്ചു കൊടുക്കും. പാസ് ബൈ റെഫറൻസ് ആണെങ്കിൽ യഥാർത്ഥ വാല്യൂ തന്നെ അയച്ചു കൊടുക്കും. പാസ് ബൈ വാല്യൂന്റെ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. പാസ് ബൈ റെഫറൻസ് പോയിന്റേഴ്സും കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ദെൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ്, നോ റിട്ടേൺ വാല്യൂസ്. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ്, നോ റിട്ടേൺ വാല്യൂസ്. ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ് ബട്ട് എ റിട്ടേൺ വാല്യൂ. പിന്നെ ഫംഗ്ഷന് വിത്ത് ആർഗ്യുമെന്റ്സ് 1 റിട്ടേൺ വാല്യൂ, മൾട്ടിപ്പിൾ വാല്യൂ. ആ കാറ്റഗറി നിങ്ങൾ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി മക്കളെ. സോറി. അതുപോലെ നിങ്ങൾ അടുത്ത് നോക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഫംഗ്ഷനകത്ത് നോർമൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ വാല്യൂസ് പാസ് ചെയ്യുന്നത് അല്ല. അതിന് മുമ്പ് ഒരു എക്സാമ്പിൾ ഉണ്ട്, റിക്കേഴ്സീവ് ഫംഗ്ഷൻ. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? ഞാൻ മറ്റേ ഫിലിമി എക്സാമ്പിൾ പറഞ്ഞതുപോലെ നമ്മളൊരു ഫംഗ്ഷൻ, നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ തന്നെ എക്സിക്യൂഷൻ സമയത്ത് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ടേംഡ് ആസ് റിക്കേർഷൻ. ആ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഇനി ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞായിരുന്നു ഫംഗ്ഷന് സിംഗിൾ വാല്യൂ പാസ് ചെയ്യുന്ന വരെ നമ്മളൊരു അറേ തന്നെ പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2 രീതിയിൽ അത് ചെയ്യാം. അതിനാണ് ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞത്. അറേ ആസ് പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ നമുക്ക് സോർട്ടിങ്ങും പറഞ്ഞു, 2D അറേയും പറഞ്ഞു. സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ് സോർട്ടിങ് നമ്മൾ പാസ് ചെയ്തത്. അതിനകത്ത് റൂൾ എന്താണ്? കോൾ ചെയ്യുന്ന സമയത്ത്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറേയുടെ പേര് മാത്രം കൊടുത്താൽ മതി. ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് അറേയുടെ ടൈപ്പും കൂടെ പറഞ്ഞു കൊടുക്കണം, പക്ഷേ സൈസ് മെൻഷൻ ചെയ്യേണ്ട. പ്രോട്ടോടൈപ്പിനകത്ത് ആർഗ്യുമെന്റിന്റെ സ്പെസിഫിക്കേഷൻ, അതായത് എങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഈ റൂളിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് 2 രീതിയിൽ അറേസ് ഫംഗ്ഷൻ വഴി പാസ് ചെയ്യാൻ പറ്റുക. ഐദർ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ പാസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഡയമെൻഷണൽ അറേയും പാസ് ചെയ്യാം. ആ 2 ഡയമെൻഷണൽ അറേയുടെ എക്സാമ്പിളാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയ ലാസ്റ്റ് എക്സാമ്പിൾ. സോ ഈ പറയുന്ന കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ സംഭവങ്ങളെല്ലാം നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോഗ്രാംസ് ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പൈലർ എങ്കിലും ഓൺലൈൻ യൂസ് ചെയ്തിട്ടോ ChatGPT യൂസ് ചെയ്തിട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അവൻ തരുന്ന റിപ്ലൈ വെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടിൽ നിങ്ങൾ സ്റ്റക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗെറ്റ് ബാക്ക് ടു മീ. ഓക്കെ അല്ലേ മക്കളെ?